അപ്പോൾ 5 വ്യത്യാസങ്ങൾ വേണം എന്ന് നമ്മൾ തീരുമാനിച്ചു. പ്രകടമായിട്ടൊരു 5 ഡിഫറൻസ്. അത് ഏഷ്യാനെറ്റിൽ നിന്നും മനോരമയിൽ നിന്നും 5 ഡിഫറൻസ് വേണം. അങ്ങനെ തീരുമാനിച്ച ഒന്നായിരുന്നു നമ്മൾ ഈ പാൻറ് ഊരി കളയുക എന്നുള്ളത്. എന്നുവെച്ചാൽ നമ്മുടെ ചാനൽ ചിലപ്പോൾ കണ്ടാൽ തിരിച്ചറിയത്തില്ല. അവിടെ എപ്പോഴും മാതൃഭൂമി ന്യൂസ്, മനോരമ ന്യൂസ്, ഏഷ്യൻ ന്യൂസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ ഒരു പ്രയോജനം ഉണ്ടായില്ല. ഒരു വാർത്താ മുറിയിലും 24 എന്ന് പറയില്ല. ചില ആൾക്കാർ ഏഷ്യാനെറ്റിനെ തകർത്ത അങ്ങനെയൊന്നുമില്ല. ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉയർന്നു തന്നെ നിൽക്കണം എന്നുള്ള അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. അത് ഞാൻ എറണാകുളത്തേക്ക് പോകുന്ന ആ വണ്ടികൾ ചുവന്ന നിറത്തിലുള്ളതായിരിക്കും. അപ്പോൾ വാർത്താ ചാനൽ എല്ലാത്തിനും ചുവന്ന നിറമായിരിക്കും എന്ന് ഞാൻ അനൗൺസ് ചെയ്തു. കാരണം ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 24 എന്നുള്ള വാർത്താ ചാനലിനെ ഇവർ ലുക്ക് ആൻഡ് ഫീൽ അനുകരിച്ചിട്ട് ഇപ്പോൾ ഈ ചാനലുകൾ തമ്മിൽ പ്രേക്ഷകന് മാറിപ്പോകും. ഏഷ്യൻ ന്യൂസൊക്കെ കാണുമ്പോൾ എന്തിനാണ് ഇവർ ടൈയൊക്കെ കെട്ടിയിരുന്ന് ഒക്കെ വാർത്ത വായിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം നമ്മൾ ഈ പടിഞ്ഞാറൻ നാടുകളിലൊക്കെ അവിടുത്തെ കാലാവസ്ഥയൊക്കെ വെച്ച് ആൾക്കാർ കോട്ട് സൂട്ടൊക്കെ ഇട്ട് ടൈ കെട്ടി. ഇവിടെ എന്തിനാണ് അതിൻ്റെ ആവശ്യം? ഞാൻ ഈ കോവിഡിൻ്റെ മിക്കവാറും 20 മാസം ഉണ്ടായിരുന്നല്ലോ, ഞാൻ എല്ലാം കൂടി 4-5 ദിവസമേ മാറിയിരുന്നുള്ളൂ മോർണിംഗ് ഷോയിൽ. ഞാൻ കോവിഡ് പിടിച്ചിരിക്കും. കോവിഡ് പിടിച്ചപ്പോഴും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് നമ്മുടെ ഈ സാങ്കേതിക സാധ്യത ഉപയോഗിച്ച് ഈ സെറ്റിലേക്ക് ചെന്നിറങ്ങി ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു കാര്യത്തിൽ ഞാൻ പരാജയപ്പെട്ടു മനീഷ്, അത് തുറന്ന് സമ്മതിച്ചേ പറ്റൂ. പ്രശസ്ത മാധ്യമപ്രവർത്തകൻ 24 ന്യൂസിൻ്റെ വാർത്താമേധാവി ആർ ശ്രീകണ്ഠൻ നായരാണ് ദ ക്യൂവിനൊപ്പം ഉള്ളത്. സാർ നമസ്കാരം. നമസ്കാരം മനീഷ്, സുഖമായിരിക്കുന്നു? മലയാളിക്ക് ഏറ്റവും സുപരിചിതമായ അവതരണ ശൈലികളിലൊന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഏറ്റവും ആദ്യം പറയാനുള്ളത് അഭിനന്ദനമാണ്. ഓക്കെ, താങ്ക് യു. 24 ന്യൂസ് എന്ന് പറയുന്ന വാർത്താ ചാനൽ ഇതിൻ്റെ ഏറ്റവും പ്രായക്കുറവ് എന്നൊക്കെ പറയാവുന്ന 6ാം വർഷത്തിൽ ഒന്നാമതെത്തി നിൽക്കുന്നു. നമ്മൾ സംസാരിക്കുന്ന ദിവസം ഒരു ചെറിയ കാര്യം കൊണ്ടുണ്ടായി, അതൊരു സന്തോഷമുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇത് ഡിസംബർ 8 ആകുമ്പോഴേ 6 വർഷം തികയുന്നുള്ളൂ ഇത് പിറവിയെടുത്തിട്ട്. പക്ഷേ നമ്മൾ 60 ലക്ഷം സബ്സ്ക്രൈബേഴ്സിന് എത്തി. ഇപ്പോൾ സത്യത്തിൽ ഞാൻ ഡിസംബറിലേ ഇത് പ്രതീക്ഷിച്ചുള്ളൂ. 6 കൊല്ലം കൊണ്ട് 6 മില്യൺ എന്നായിരുന്നു. പക്ഷേ ഇന്ന് ഈ ദിവസം നമ്മൾ ഈ സംസാരിക്കുന്ന ദിവസം അത് 60 ലക്ഷത്തിലെത്തി. അത് ക്രോസ് ചെയ്തു. പല മലയാളികൾക്കെല്ലാം ഏറെക്കുറെ അറിയാവുന്നൊരു സബരിയാണ്, ഒരു യാത്രയാണ്. അപ്പോൾ അതിൽ ഈ പറയുന്ന ആകാശവാണിയുടെ കണ്ടതും കേട്ടതുണ്ട്, ദൂരദർശൻ്റെ ഒരു നിമിഷമുണ്ട്. അത് കഴിഞ്ഞിട്ട് പല വാർത്താ ചാനലുകൾക്ക് ശേഷം 24ൻ്റെ തലപ്പത്തെത്തുകയാണ്. അല്ലെങ്കിൽ 24 എന്ന് പറയുന്ന വാർത്താ ചാനൽ സങ്കല്പം തന്നെ ഉണ്ടാക്കുകയാണ്. ശരിക്കും ഈ സക്സസിൻ്റെ സൂത്രവാക്യം എന്താണ് ഇപ്പോഴുള്ള? ഞാൻ ശരിക്കും മനുഷ്യനെ അറിയുന്ന പോലെ ഞാൻ ഏറ്റവും മലയാളികളുടെ ഇടയിൽ ശ്രദ്ധ നേടിയത് നമ്മൾ തമ്മിൽ എന്ന ടോക്ക് ഷോയിലൂടെയാണ്. അതായിരുന്നു കേരളത്തിലെ ആദ്യത്തെ ടോക്ക് ഷോയും. അത് തന്നെ ഉണ്ടായത് ഒരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ദൂരദർശനിൽ ഈ ഒരു നിമിഷം എന്നുള്ള പ്രോഗ്രാം ചെയ്ത് നടക്കുന്ന സമയത്ത് ഏഷ്യാനെറ്റ് വരുന്ന സമയമാണ്. അപ്പോൾ ഏഷ്യാനെറ്റുകാർ എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഒരു 1500 എപ്പിസോഡുള്ള ഒരു നിമിഷം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം അന്ന് 13 എപ്പിസോഡാണ് ഏറ്റവും വലിയ ദൈർഘ്യം. ദൂരദർശൻ്റെ 13 എപ്പിസോഡാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു 13-നപ്പുറം പോകുന്ന പ്രശ്നമില്ല, അതെന്നെക്കൊണ്ട് പറ്റില്ല, എനിക്കതിനുള്ളൊരു ആത്മവിശ്വാസമില്ല. എന്നോ അതല്ല, നമുക്ക് നോക്കാം, 1000 ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ഒരു നിമിഷം 1000 ചെയ്യണം, അത് കൊള്ളത്തില്ലെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. നമ്മളൊക്കെ ജീവിതത്തിൽ ആരോടും പറഞ്ഞിട്ടില്ല അങ്ങനെ. അപ്പോൾ അത് ചെയ്തു തുടങ്ങി. കുറേ എപ്പിസോഡ്സ് പോയി കഴിഞ്ഞപ്പോൾ ആരാണെന്നറിയില്ല, ഇവർ പറഞ്ഞു ഇയാളിങ്ങനെ നാവിന് വയറിളക്കം പിടിച്ചുള്ള സംസാരിക്കുന്നുണ്ടല്ലോ, ഇയാളെ കൊണ്ട് നമുക്കൊരു ടോക്ക് ഷോ തുടങ്ങിയാലോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ ഈ ടോക്ക് ഷോ എന്ന് പറയുന്ന സങ്കല്പവും ഐഡിയ ഒന്നും അന്ന് കേരളത്തിൽ ആർക്കും പരിചയമില്ല, ഞാനും കണ്ടിട്ടില്ല ഒരു ടോക്ക് ഷോ. മാത്രമല്ല നമ്മൾ BBC ഒക്കെ അന്ന് പ്രക്ഷേപണം ഉണ്ടെങ്കിൽ നമുക്കൊന്നും അറിയത്തില്ല, കേരളത്തിൽ അത് കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഇവർ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഏഷ്യാനെറ്റുള്ള ആരോ എനിക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണ്, എൻ്റെ ഒരു നിമിഷം അട്ടിമറിക്കാനുള്ള ശ്രമമാണ്, ഇവരെ ഏതോ കൂറ പ്രോഗ്രാം എടുത്ത് എന്നെ ഏൽപ്പിക്കാനുള്ള പണിയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ റെസിസ്റ്റ് ചെയ്തു, എതിർത്തു. എനിക്കതറിയില്ല, ഞാനത് ചെയ്തുമില്ല, എനിക്കറിയാത്ത കാര്യം ചെയ്യുന്നത് എങ്ങനെയാണ്. കാരണം എനിക്ക് ആകാശവാണിയിൽ അന്ന് ജോലിയുണ്ട്, അതുകൊണ്ട് ഇത് ഇപ്പം നിർബന്ധമായിട്ട് ഇത് വേണമെന്നില്ല, അത്യാവശ്യം ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ് ജോലി ആയതുകൊണ്ട് തന്നെ മേലോട്ട് നോക്കി ആകാശം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നടക്കുന്ന സമയം. പക്ഷേ ഇവർ ഒരു 4-5 കാസറ്റ് എടുത്ത് എൻ്റെ തന്നു. ഓപ്ര വിൻഫ്രി എന്ന് അവർ ചെയ്ത പ്രശസ്തമായ ടോക്ക് ഷോ ആണ്. അപ്പോൾ ഞാൻ ഈ ടോക്ക് ഷോ എന്നത് അവരുടെ ആക്സെൻ്റൊക്കെ നമുക്കന്ന് ഫോളോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല ഇംഗ്ലീഷ് പോലും നമ്മൾ കേട്ടില്ലാത്ത കാലമാണ്. അപ്പം നമുക്ക് ഈ മലയാളം ട്രാൻസ്ലേറ്റർ ഡെവലപ്ഡ് എന്നൊക്കെ പറയുന്ന ഇംഗ്ലീഷ് നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇങ്ങനെ ഞാനിത് കുറച്ച് ഇട്ട് കണ്ടു, എനിക്ക് വല്ലാണ്ട് ബോറടിക്കുകയും ചെയ്തു. മാത്രമല്ല സെക്സ് റിലേറ്റഡ് ടോപ്പിക് അവരെൻ്റെ തന്നു. ഞാൻ നോക്കിയപ്പോൾ ഇത് ഗൂഢാലോചന തന്നെ, നമ്മളെ തകർക്കാനുള്ള പരിപാടി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നാമത് ഇത് വഴങ്ങത്തില്ല, പിന്നെ എനിക്കൊരു വിശ്വാസമില്ല, ഒരാൾ ഇന്ന് ഇങ്ങനെ പറയുന്നു ആൾ മുഴുവൻ കേൾക്കുന്നു, അതൊന്നും ശരിയാവത്തില്ല. പക്ഷേ അത് തുടങ്ങി, അത് ഹിറ്റായി. ശരിക്കും ആ ഒരു
4 എപ്പിസോഡിൽ അതിലൊരു എപ്പിസോഡായിരുന്നു ഈ ചാരക്കേസ് കെട്ടുകഥയെന്ന് പറഞ്ഞ എപ്പിസോഡ്. ശരിക്കും റിസ്ക് എടുത്താണ് നമ്മളത് ചെയ്തത്. കാരണം അന്നത് കെട്ടുകഥയെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്പി നാരായണനെയും ഒക്കെ തന്നെ അവിടെ ആളെ ഓടിച്ചിട്ട് അടിക്കാൻ നടക്കുന്ന സമയമാണ്. പിന്നെ മറ്റു എല്ലാ മാധ്യമങ്ങളും എതിരാണ്. കഥയ്ക്ക് അപ്പോൾ ഏഷ്യാനെറ്റ് മാത്രമേ ഉള്ളൂ തിരിച്ചൊരു സ്റ്റാൻഡ് എടുത്തു തന്നു. കണ്ണാടിയിൽ ടീം ഗോകുമാറൊക്കെ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തിരുന്നു. നമ്മളൊരു കുറ്റവിചാരണ ഭ്രാന്തിൻ്റെ ബാക്കി പത്രം എന്ന ടൈറ്റിൽ വരെ എന്നിട്ടിരുന്നു. ഇത്രയും വർഷത്തിന് ശേഷമാണ് എനിക്കത് ഓർമ്മയുണ്ട്. പല ആൾക്കാരും എന്നോട് ചോദിച്ചു, ഇൻ കേസ് ഇവരൊക്കെ ചാരക്കേസിൽ പ്രതികളാണെന്ന് നിങ്ങൾ അകത്ത് പോകുമെന്ന് പറഞ്ഞു, ഇവരെ സപ്പോർട്ട് ചെയ്തതിന്. അപ്പോൾ നമുക്കും അറിയില്ലല്ലോ ആക്ച്വലി എന്താ സംഭവിക്കും. ഈ റോക്കറ്റ് ടെക്നോളജിയൊക്കെ നമുക്കെന്തറിയാം, ഇവർ പറയുന്നത് കേൾക്കാമെന്നല്ലാതെ. പക്ഷേ അതങ്ങനെ പോയി ടോക്ക് ഷോ ഹിറ്റായതുകൊണ്ട് ഒരു 870 എപ്പിസോഡിലാണ് നിർത്തി. 19 വർഷം നിരന്തരമായി പോയി പോയി. അപ്പോൾ ഞാൻ ഈ ഫ്ലവേഴ്സ് തുടങ്ങി, ഫ്ലവേഴ്സ് ഒരു സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തി, നല്ലൊരു വ്യത്യസ്തമുള്ള ചാനലാണ് എന്നൊക്കെ വരുന്ന സമയത്താണ് ഈ നമ്മുടെ ന്യൂസ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ന്യൂസ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2018 ഡിസംബർ 8 സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ഒരു സംശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അതുവരെയും ഇന്ന് വരെയും എൻ്റർടൈൻമെൻറ്റ് ടെലിവിഷനിലുള്ള ഒരു അവതാരകനെ വാർത്താ ചാനൽ താങ്ങത്തില്ല. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് പറഞ്ഞ ഈ വാർത്തയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ വാർത്തയല്ല വേറെ ഉണ്ടാക്കും അറിയത്തില്ലെന്നാണ്. എന്നാൽ ഈ വാർത്ത വർക്ക് ചെയ്യുന്നവർ പറയുന്നത് യവന്മാർ 3-4 ക്യാമറയൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യുന്നില്ലത് യവന്മാർക്ക് കാര്യബോധമില്ല. ഇവർ തമ്മിൽ യഥാർത്ഥത്തിൽ പരസ്പരം അറിഞ്ഞിട്ടില്ല. കേരളത്തിൽ മറ്റുള്ളടത്ത് എനിക്കറിയില്ല. പക്ഷേ ലോകത്തിൽ ഒരു സ്ഥലത്തും ഈ എൻ്റർടൈൻമെൻറ്റുകാർ ന്യൂസ് പ്രസൻറ്ററായിട്ട് വരത്തില്ല. ന്യൂസ് പ്രസൻറ്റർ എൻ്റർടൈൻമെൻറ്റ് പ്രസൻറ്ററായിട്ട് വരത്തില്ല. അതൊരു വലിയൊരു വേലിക്കെട്ട് അങ്ങനെ കിടക്കുക. ഈ വേലിക്കെട്ട് തന്നെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ചിന്ത. ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഒരു ദിവസം രാത്രി ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ ഏത് സ്റ്റൈലാണ് സ്വീകരിക്കേണ്ടത്. പിന്നെ എനിക്ക് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ ആൾ ചാർത്തുന്നുണ്ട്. വളപ്പടിക്കും. അപ്പോൾ ഈ വളപ്പടിക്കുന്നതൊക്കെ കേരളത്തിലൊരു വലിയ പാപമായിട്ടാണ് കാണുന്നത്. സത്യത്തിൽ ഈ നമ്മുടെ ഈ മധുനായർ ന്യൂയോർക്ക് എൻ്റെ അടുത്ത് തുളസി പറഞ്ഞു, അയാൾ ഈ നാസയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ബോസ് അയാൾക്ക് ബോറടിക്കുമ്പോൾ വന്നിട്ട് ഇയാളുടെ മേശയുടെ പുറത്ത് കയറിയിട്ട് പറയും, 2 കോമഡി പറ, ഭയങ്കര ടെൻഷൻ. അപ്പോൾ ഇങ്ങനെ കാണുന്ന ഏറ്റവും വലിയ റെസ്പെക്റ്റ് അതാ, ഇങ്ങനെ ഹ്യൂമർ അറിയാം എന്നുള്ളത്. അത് ലോകത്തെ മാർക്കറ്റിൽ വലിയ വിലയുള്ളതാണെങ്കിൽ ഇവിടെ വളിപ്പാണ്. നാറ്റക്കേസാണ് അയാൾ പറയുക. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാൻ രാത്രി ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു. അപ്പോൾ തന്നെ എൻ്റെ കൂടെയുള്ള ആൾക്കാരോടൊക്കെ ഞാൻ സംസാരിച്ചപ്പോഴേ അത് അങ്ങേക്ക് തോന്നുന്ന പോലെ തീരുമാനിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഹാർട്ടിൻ്റെ അവിടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കള്ളം വെള്ളമൊന്നും ചേർക്കാത്തൊരു ഭാഷ ഉപയോഗിക്കാം. നമുക്ക് തോന്നുന്നൊക്കെ നമ്മൾ പറയുക. ഇപ്പോൾ മലയാള മനോരമയെക്കുറിച്ചൊരു കാര്യം തോന്നുന്നത് മനോരമ എന്ന് നമ്മൾ പറയുക, ഇന്ത്യ വിഷൻ തോന്നുന്നത് ഇന്ത്യ വിഷൻ എന്ന് പറയുക. ആ ലൈനാണ് ഞാൻ സ്വീകരിച്ചത്. അപ്പോൾ എനിക്ക് അന്ന് ഒരുപക്ഷെ കിട്ടിയ ഒരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നോക്കിയപ്പോൾ രാത്രിയിലൊക്കെ ഞാൻ നോക്കിയപ്പം ആക്രമിച്ച് കയറാൻ പറ്റത്തില്ല. കാരണം ഏഷ്യൻ ന്യൂസൊക്കെ വിനുവി ജോണിനെ പോലുള്ള അവതാരകരൊക്കെ പ്രൈം ടൈമിൽ കത്തി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് അടുക്കാൻ പറ്റത്തില്ല. വർഷങ്ങളായിട്ട് അവരെ കാണാൻ കാത്തിരിക്കുന്ന പ്രേക്ഷകരുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഉച്ചയ്ക്കോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ പ്രേക്ഷകരില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ അന്ന് മോർണിംഗ് ഷോ എന്നൊരു സാധനം നമ്മുടെ ന്യൂസ് ചാനലില്ല. ചാനലിനെ സംബന്ധിച്ച് അവിടോട്ട് കയറാമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ അവിടോട്ട് കയറാനൊക്കെ പോകുമ്പോൾ നമ്മുടെ ആൾ തന്നെ ചിരിക്കുക. കാര്യം ഇത്രയും കാലം പ്രൈം ടൈം പ്രോഗ്രാം ചെയ്ത ഒരാൾ മനുഷ്യൻ കാണാത്തൊരു സമയത്ത് ഇറങ്ങുന്നു. അപ്പോൾ ഞാൻ മനസ്സിൽ എപ്പോഴും കരുതുന്നത് എന്താ പറയുക, മനീഷ്, അതായത് മനീഷിനെ അറിയും പോലെ നമ്മൾ ചെയ്യുന്നത് ഏത് സമയമായാലും അത് പ്രൈമാക്കുക എന്നുള്ള പ്രധാനം. അല്ല നമ്മൾ പ്രൈം ടൈം പ്രോഗ്രാം ചെയ്യുക എന്നുള്ളതല്ലല്ലോ. അപ്പോൾ ഞാനത് ഇതിൽ എൻ്റെ ലാംഗ്വേജിലാണ് ഞാൻ സംസാരിച്ചത്. അതും സാധാരണക്കാരന് പെട്ടെന്ന് മനസ്സിലാകുന്ന. ഞാൻ ശരിക്കും ഫ്ലോറിൽ നിന്ന് തുമ്മിയിട്ടുണ്ട്. അതുപോലെ ഒരു ദിവസം ഒരുത്തൻ എന്നോട് ചോദിച്ചു, മുണ്ടൊന്ന് മടക്കി കുത്തിക്കൊടുത്തു. ഞാൻ ഒന്ന് മടക്കി കുത്തി കാണിച്ചു. എനിക്ക് എന്നെ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പം നമ്മൾ ഈ മനുഷ്യരുടെ ഇടയ്ക്ക് താമസിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇതിനകത്ത് കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ ഹ്യൂമൻ ലിമിറ്റേഷൻസും എനിക്കുണ്ട്. അപ്പോൾ ഞാനത് പെയിൻ്റൊക്കെ അടിച്ച് പുട്ടിയൊക്കെ ഇട്ട് അത് കുറച്ച് മറച്ചു വയ്ക്കുന്നു മാത്രമേ ഉള്ളൂ. അങ്ങനെ ആളുകൾക്ക് ഈ വായനക്കാരനും അല്ലെങ്കിൽ വാർത്താ അവതാരകനും അല്ലെങ്കിൽ ഈ മോർണിംഗ് ഷോ പ്രസൻറ്ററും അവരും തമ്മിലൊരു അകലമില്ല എന്ന് തെളിയിച്ചിടത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് അത് അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര എതിർപ്പുകളായിരുന്നു. ഇതൊരു വീഡിയോ ചാനലാണെന്ന് വീഡിയോ അല്ല, ഒരു വാർത്താ ചാനലല്ല, അതിൻ്റെ വീഡിയോ ഗ്രാഫിക്സും മറ്റേതൊക്കെ കൊണ്ടുവന്ന് വീഡിയോ ഗെയിം ചാനൽ എന്നാണ് അവർ ചോദിച്ചത്, വീഡിയോ ഗെയിം. അപ്പോൾ ചില വാർത്താമുറിയിലൊന്നും ഇത് എടുത്തില്ലായിരുന്നു. സാധാരണ 4-5 ചാനലും വെച്ച് ശത്രുവിൻ്റെ ചാനലിനെ എങ്ങനെ ആക്രമിക്കണമെന്ന് ആളുകൾ പ്ലാൻ ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഇതിടുന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇട്ട് തുടങ്ങിയത്. ഇപ്പം നമ്മൾ ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ ഈ കേരളത്തിലെ ഏറ്റവും ലേറ്റസ്റ്റ് വാർക്ക് റേറ്റിംഗിൽ 1ാമത് വന്നു. അപ്പം ഞാൻ നോക്കുന്നത്, ഇപ്പം എനിക്കിപ്പോൾ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ കളരിയാണ്. ഞാൻ അവിടെ പഠിച്ചതുകൊണ്ട് ചില ആൾക്കാർ ഏഷ്യാനെറ്റിനെ തകർത്ത അങ്ങനെയൊന്നുമില്ല. ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉയർന്നു തന്നെ നിൽക്കണം എന്നുള്ള അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. കാരണം പക്ഷേ ഒരു കാര്യത്തിൽ ഞാൻ പരാജയപ്പെട്ടു മനീഷ്, അത് തുറന്ന് സമ്മതിച്ചേ പറ്റൂ. കാരണം ഞാൻ കരുതിയത്
ഈ കേരളത്തിൽ ഈ പത്രത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ തമ്മിലൊരു ബന്ധമുണ്ട്. അവരെവിടെയൊക്കെ വെച്ചാൽ സംസാരിക്കും, വേണമെങ്കിൽ പറ്റുമെങ്കിൽ ഒരു 100 അടിക്കാൻ പോകും ഒന്നിച്ച്, അങ്ങനെയൊക്കെ ഒരു ബന്ധമുണ്ട്. എന്നാൽ ഈ ടെലിവിഷനിലുള്ളൊരു ഞാനൊരിക്കൽ ഒരു ടെലിവിഷനിൽ വർക്ക് ചെയ്യുന്നൊരു കക്ഷി, അയാൾ സൂര്യ ടി വിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഒരു മഴ സമയത്ത് ഒരു സ്ഥലത്ത് ഒരു വരാന്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ എങ്ങോട്ട് പോകാൻ പറ്റാതെ നിൽക്കാൻ മനസ്സിലായി. ഞാൻ അയാളെ വണ്ടി കയറ്റി. അപ്പോൾ ഏഷ്യാൻ്റെ വണ്ടി എൻ്റെ കയ്യിലുള്ളത്. ഞാൻ ഇതും കൊണ്ട് പോയപ്പം ഈ സൂര്യ ഓഫീസിൻ്റെ ഇപ്പുറത്തൊരു വളവ്, മഴ കോരി ചൊരിയുകയാണ്. എന്നപ്പോൾ അയാൾ പറഞ്ഞു ഞാനിവിടെ ഇറക്കിക്കൊള്ളാം. ഞാൻ വെച്ച് നിൻ്റെ തല വിട്ടു അവർ, നിന്നെ ഞാൻ അതിൻ്റെ വരാന്തേ കൊണ്ടിറക്കി വിടാമെന്ന്. എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന്. കേട്ടില്ല, പുള്ളി അവിടെ ഇറങ്ങി. എന്നിട്ട് മഴയത്തിറങ്ങി നടന്ന് സൂര്യയിലേക്ക് പോകുന്നു. ആ ഒരു കൾച്ചർ മാറ്റിയെടുക്കണമെന്ന് അന്നേ ഞാൻ ആഗ്രഹിച്ചാണ്. എന്നിട്ട് ഞാൻ ഇതിനു വേണ്ടി ഒരുപാട് എത്തിച്ചു. എന്നുവെച്ചാൽ നമ്മുടെ ചാനൽ ചിലപ്പോൾ കണ്ടാൽ തിരിച്ചറിയത്തില്ല. അവിടെ എപ്പോഴും മാതൃഭൂമി ന്യൂസ്, മനോരമ ന്യൂസ്, ഏഷ്യൻ ന്യൂസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ ഒരു പ്രയോജനം ഉണ്ടായില്ല. ഒരു വാർത്താ മുറിയിലും 24 എന്ന് പറയില്ല. ഞാൻ തമാശയ്ക്ക് പറയാറുണ്ടായിരുന്നു, അവിടെ ആരെങ്കിലും ബർത്ത്ഡേ ആഘോഷിച്ച് 24th ആണെങ്കിൽ അവർ 23rd കഴിഞ്ഞ് അടുത്ത ദിവസം എന്നേ പറയും. കാര്യം ഇത് 24 എന്ന് പറഞ്ഞാൽ അവർ അഡ്വാൻറ്റേജ് ഉണ്ടാവുമല്ലോ. പക്ഷേ എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഇപ്പോൾ ഞാൻ 40 വർഷമായി മീഡിയ വന്നിട്ട്, ഈ 40 ഇയേഴ്സിനിടയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മളൊരു പേര് പറഞ്ഞുകൊണ്ടൊന്നും ഒരു ചാനലും രക്ഷപ്പെടാൻ പോകുന്നില്ല. അത് ആളുകൾക്ക് കാണാൻ പറ്റുന്ന സാധനം വേണം. പിന്നെ എനിക്ക് ഇപ്പം മനീഷ് എന്നോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഇത് വേറൊരാൾ എന്നോട് ഇടയ്ക്ക് ചോദിച്ചു കേട്ടോ. അതായത് നമ്മുടെ ഇതിൻ്റെ പ്രഭാരിയായിരിക്കുന്ന BJPയുടെ നമ്മുടെ മന്ത്രിയായിരുന്ന നമ്മുടെ INB മിനിസ്റ്ററായിരുന്ന ആളുണ്ടല്ലോ, നമ്മുടെ പ്രകാശ് ജാവദേക്കർ. അപ്പോൾ ഞാൻ ഈ പ്രകാശ് ജാവദേക്കർ അദ്ദേഹത്തെ ഞാനൊരു കാര്യം, നമ്മുടെ ഈ ചാനൽ സംബന്ധിച്ചൊരു കാര്യത്തിന് ഒരു ശുപാർശ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഞാൻ 1 കൊല്ലം അദ്ദേഹത്തെ കാണാൻ ശ്രമം നടത്തി ഡൽഹിയിൽ. എനിക്ക് പെർമിഷൻ കിട്ടിയില്ല. ഒരു ദിവസം അറിയുന്നു അദ്ദേഹം എന്നെ അന്വേഷിച്ച് നടക്കുന്നു കൊച്ചിയിൽ. ഞാൻ ഞെട്ടിപ്പോയി. 1 കൊല്ലം ഞാൻ കാണാൻ നടന്ന ആൾ. ഞാനിതിൽ അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹം ചുമ്മാ ജസ്റ്റ് പരിചയപ്പെടാൻ വേണ്ടി വിളിച്ചാണ്. പക്ഷേ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ്. കാരണം ഒരു 850 ചാനൽ ഇത്ര കാലം കൺട്രോൾ ചെയ്തു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചപ്പോൾ ആകെ അദ്ദേഹം എനിക്ക് 20 മിനിറ്റായിരുന്നു അനുവദിച്ചത്. പക്ഷേ 45 മിനിറ്റോളം അത് എന്നോട് സംസാരിച്ചു. അത് 25 മിനിറ്റും അദ്ദേഹം എടുത്തതെന്തിനാണെന്നറിയോ? അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ 850 ചാനൽ കൺട്രോൾ ചെയ്തിട്ടുള്ള ആളാണ്. ഒരു സ്ഥലത്തും ഒരു വാർത്താ അവതാരകൻ എൻ്റർടൈൻമെൻറ്റ് വന്നതല്ല. നിങ്ങളിപ്പോൾ എൻ്റർടൈൻമെൻറ്റിൽ നിൽക്കുന്നു, രാത്രിയിൽ ന്യൂസ് ചാനലിൽ നിൽക്കുന്നു, നിങ്ങളിത് ഡൈല്യൂട്ട് ചെയ്യുന്നുമില്ല. അപ്പോൾ എന്താണ് ആൾക്കാർ ഇത് രണ്ടും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു അവർ ശ്രീകണ്ഠൻ നായർ ഒരു വ്യക്തിയെ മാത്രമേ കാണുന്നുള്ളൂ, അവരയാൾ വാർത്ത നിൽക്കണോ. ഞാൻ പറഞ്ഞു സാറൊക്കെ ഒരു കാര്യത്തിൽ ചിന്തിക്കാൻ മറന്നു പോരുത്. ഒരാളൊരു വീട്ടിൽ ഇരുന്നൊരു TV ആണ്, ഇത് ന്യൂസ് ചാനലാണോ എൻ്റർടൈൻമെൻറ്റ് ചാനലാണോ, ഇങ്ങനെ മൈക്രോസ്കോപ്പ് വെച്ച് അവർ നോക്കത്തില്ല. ഇത് കാണബിളാണോ എന്നുള്ളതാണ് അവരുടെ പ്രശ്നം, അതേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ലോകത്ത് ഒരു സ്ഥലത്തും ഇതില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ അങ്ങനെയാണ്, നല്ലതാണ് ചരിത്രമായല്ലോ, ഇനിയിപ്പോൾ അങ്ങനെ പ്രശ്നമില്ല. ഞാനെപ്പോഴും വിചാരിക്കുന്നറിയോ മനീഷ്, ഈ വാർത്താ ചാനലിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ എൻ്റർടൈൻമെൻറ്റ് ചാനൽ വർക്ക് ചെയ്യണം. കാര്യം അവിടെ 8ഉം 10ഉം ക്യാമറ എന്നുള്ള ഈ മൾട്ടി ക്യാം ഷൂട്ടും ഒക്കെ തന്നെ അതിനകത്ത് ഒരുപാട് കരവിരുതുണ്ടല്ലോ. അതുപോലെ തിരിച്ചും ഈ വാർത്താ മുറികളിൽ പോയി ഇവർ ജോലി ചെയ്യണം. ഇനി വാർത്താ മുറികളിലൊരു സ്പീഡ് ഇവർക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല. കാരണം അവിടെ എടുക്കുന്ന ഒരു 120 കിലോമീറ്റർ സ്പീഡിലാണല്ലോ അവരെപ്പോഴും പോകുന്നത്. അപ്പോൾ ഇവർ കൊണ്ടും കൊടുത്ത് ഇവിടെ ഒരുപക്ഷെ ഞാൻ വളരെ അഭിമാനത്തോടെ പറയുന്ന കാര്യം ഇതറിയുമോ, ഈ ഫ്ലവേഴ്സിലെയും 24ലെയും സ്റ്റാഫ് ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഫ്ലവേഴ്സിലെ പല ആൾക്കാരും 24ൽ ഡ്യൂട്ടിയിലായിരിക്കും, 24ലെ പലരും ഫ്ലവേഴ്സിലായിരിക്കും ഡ്യൂട്ടി. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഞാൻ ആദ്യം മുതലേ ശ്രമിച്ചു. ഞാൻ ഈ പോയിട്ടുള്ള മനീഷ് അറിയുന്ന പല വാർത്താ ചാനലിൻ്റെയും പല ടെലിവിഷൻ ചാനലിൻ്റെയും വരാന്തി കയറിയെന്ന് പരിചയമുള്ളതുകൊണ്ട് ഞാൻ ഏത് ചാനലിലൊക്കെ വർക്ക് ചെയ്യാത്തതിൻ്റെ ലിസ്റ്റ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേരളത്തിൽ. അങ്ങനെ ഒരു പരിചയമുള്ളത് കൊണ്ട് എനിക്ക് മനസ്സിലായത് ഇവർ തമ്മിൽ ഭയങ്കര പകയാണ്. അതെന്തിനാണെന്ന് എനിക്ക് പിടികിട്ടിയിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല ശരിക്കും. കാരണം ഇവർ രണ്ട് ഇതിൽ വർക്ക് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഈ പക എന്തിനാണെന്ന് എത്ര ആലോചിച്ചപ്പോൾ ഞാനും ഗോപകുമാറും തമ്മിലൊക്കെ കഴിച്ചാൽ ഭയങ്കര ലോകിയായിരുന്നു. കാര്യം നമ്മൾ തമ്മിലും കണ്ണാടിയുടെ എഡിറ്റ് അപ്പുറം ഇപ്പുറം നടക്കും. ഞങ്ങൾ രാത്രി 12 മണിക്കൊക്കെ എഡിറ്റിൻ്റെ ബോറടിക്കുമ്പോൾ ഞങ്ങൾ ഇറങ്ങി നാട്ടുകാരെ കുറിച്ച് കുറ്റം പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. അവർ ഭയങ്കര ലോകിയായിരുന്നു. ഒരു നല്ലൊരു സിനർജി ഉണ്ടായിരുന്നു. ആ സിനർജിയിൽ ആളുകൾക്ക് പോകാൻ പറ്റണം. അങ്ങനെ പത്രത്തിലെ പ്രവർത്തകർക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിലേ ടെലിവിഷൻ എന്തുകൊണ്ട് പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ ആൾക്കാർ. ഇപ്പം അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഞാനത് ഇത്രയും കുറേ ശ്രമിച്ചിട്ടും ഞാനത് പരാജയപ്പെട്ടു പോയി. ഞാനത് പരസ്യമായിട്ട് സമ്മതിക്കാൻ തയ്യാറാണ്. കാരണം ഒരു വീട്ട ആളുകൾ മാറിയിട്ടില്ല. എന്ന് വെച്ചാൽ ഈ ചില ആൾക്കാർ ചോദിക്കുകയും നിങ്ങൾക്ക് ടെലിവിഷൻ ഫെഡറേഷൻ കൊണ്ട് സംഘടനയില്ലേ, അതിനകത്ത് പോയി പറഞ്ഞുകൂടെ? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒന്നിച്ചിരിക്കുന്ന ആൾക്കാർ തമ്മിൽ വല്ല ബന്ധം ഉണ്ടാകുമോ? അവരൊന്നിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതായത് എനിക്കത് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിൽ തന്നെ ഇപ്പോൾ സാറ് പറഞ്ഞു ചേർത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ പൊതുവെ നമ്മൾ 1ാം സ്ഥാനക്കാരെ തൊട്ട് പിന്നാലെയുള്ളവരൊക്കെ അനുകരിക്കുകയും അവരുടെ ശൈലിയിലേക്ക് വരികയാണ് പതിവ്. അതാണ് എപ്പോഴും രീതിയും. ഇപ്പോൾ ഇവിടെ ഫ്ലവർ 24 3-ാമതോ 4-ാമതോ 5-ാമതോ നിൽക്കുന്ന ഘട്ടത്തിലൊക്കെ തുടക്കകാലത്ത്
അതിനെ ഒന്നാം സ്ഥാനക്കാരായ ഏഷ്യാനെറ്റ് അനുകരിക്കുന്നു. ഏഷ്യാനെറ്റ് അതിൻ്റെ ഒരു വടിവത്ത രീതിയിൽ നിന്ന് മാറി വാർത്ത അവതരിപ്പിക്കാൻ നൽകുന്നു, സ്റ്റുഡിയോയുടെ സ്റ്റൈൽ മാറ്റുന്നു, ഒരു പൊളിച്ചു പണിയലിലേക്ക് 24-ന്റെ രീതിയിലേക്കുള്ള പൊളിച്ചു പണിയലിലേക്ക് മനോരമ, മാതൃഭൂമി, ഈ ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടർ അടക്കമുള്ള അതിൻ്റെ ശൈലി മാറ്റത്തിലൊക്കെ ഇതിനെ ഒരു അനുകരണമാക്കുന്നൊരു സംഗതിയാണല്ലോ വന്നത്. അത് ഏതെങ്കിലും തരത്തിൽ ഇവിടെ ഒരു ശത്രുതയും മത്സരബുദ്ധിയൊക്കെ അല്ല. അതെന്താ പറയുക മനുഷ്യൻ, നമുക്ക് ഇപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പം ഞാൻ ഇന്ന് പറഞ്ഞൊരു തമാശ പറയാം, ഞാൻ മോർണിംഗ് ഷോയിൽ പറഞ്ഞതാണ്. അത് ഞാൻ എറണാകുളത്തേക്ക് പോകുന്ന ആ വണ്ടികൾ ചുവന്ന നിറത്തിലുള്ളതായിരിക്കും, അപ്പോൾ വാർത്താ ചാനൽ എല്ലാത്തിനും ചുവന്ന നിറമായിരിക്കും എന്ന് ഞാൻ അനൗൺസ് ചെയ്തു. കാരണം ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 24 എന്നുള്ള വാർത്താ ചാനലിനെ ഇവർ ലുക്ക് ആൻഡ് ഫീൽ അനുകരിച്ചിട്ട് ഇപ്പോൾ ഈ ചാനലുകൾ തമ്മിൽ പ്രേക്ഷകന് മാറിപ്പോകും. ഞാനതുകൊണ്ട് രണ്ട് കാര്യം ഞാൻ ആലോചിക്കുന്നത്. ഒന്ന്, ഞാൻ എൻ്റെ പടം എടുത്ത് എൻ്റെ സ്ക്രീനിൽ എപ്പോഴും ഒട്ടിച്ചു വെക്കുക, ഇത് ഇന്ന ചാനലാണ് മുദ്ര പോലെ അടുപ്പിച്ച്, അല്ലെങ്കിൽ 24 ഒറിജിനൽ എന്ന് എപ്പോഴും എഴുതി കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് പ്രസക്തിയില്ല. എൻ്റെ ഒരു നിരീക്ഷണത്തിലുണ്ടല്ലോ, ഇവർ ഒരു രീതിയിൽ ഈ ഡ്യൂപ്ലിക്കേറ്റുകൾക്ക് ഒരു നിലനിൽക്കാൻ പറ്റത്തില്ല. ഒറിജിനൽ ഉണ്ടല്ലോ അവിടെ. ഇപ്പം നമ്മൾ ദാസേട്ടനെ അനുകരിച്ച് എത്ര ആൾക്കാരുണ്ട്, ദാസേട്ടൻ നിലനിന്നുള്ളൂ. ഇപ്പോൾ മോഹൻലാലിനെ അനുകരിക്കുന്ന 100,000 ആൾക്കാരെ നമുക്ക് കേരളത്തിൽ കാണാം. അതുകൊണ്ട് വല്ല കാര്യമുണ്ട്, മോഹൻലാലിൽ നിലനിൽക്കുന്നുള്ളൂ. അപ്പോൾ ഇവർ, പക്ഷേ താങ്കൾ പറഞ്ഞ കറക്റ്റാണ്, നമ്മൾ 4-ാമത്തോ 5-ാം സ്ഥാനത്തോ ഒക്കെ കിടക്കുമ്പോൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കൊണ്ടുവന്ന ഒരു അൺകൺവെൻഷണലായിട്ടുള്ള ചില കാര്യങ്ങൾ, ചില ഗ്രാഫിക്സും ഒക്കെ തന്നെ ചില അൺറിയൽ ഷോസും ഒക്കെ നമ്മൾ കൊണ്ടുവന്നപ്പോൾ അത് പെട്ടെന്ന്, പക്ഷേ ഞാൻ വരുത്താൻ ശ്രമിച്ച മാറ്റം എന്താണെന്നറിയാമോ, കേരളത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, നമുക്ക് ഇപ്പോൾ EK നായനാർക്ക് ഒരു ലൈസൻസ് ഉണ്ടായിരുന്നു. അതായത് അത് എന്ത് പറഞ്ഞാലും ആർക്കും ഒരു പ്രശ്നമില്ല. ഇപ്പം നമ്മൾ ജോൺ മുണ്ടക്കത്തിനെ കാണുമ്പോൾ മനോരമ എത്ര കൂലി എഴുതാൻ എനിക്ക് പൈസ തരുന്നുണ്ട് എന്ന് ചോദിച്ചാലും നായനാർ ചോദിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഇതുണ്ട്. എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, തനിക്ക് എത്ര കിട്ടുമോ ശമ്പളം ഇല്ലാതെ ഒരുപാട് മണ്ടത്തരങ്ങൾ പറയുന്നുണ്ടല്ലോ എന്നോട് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ലൈസൻസ് അത്. അപ്പോൾ നമുക്കൊരു ടെലിവിഷൻ ലൈസൻസ് കിട്ടണം ആൾക്കാരോട് ഇതൊക്കെ പറയണമെങ്കിൽ, അല്ലെങ്കിൽ ആൾക്കാർ അഹങ്കാരമാണെന്ന് പറയും. അപ്പോൾ ഞാൻ എപ്പോഴും ഈ ന്യൂസൊക്കെ നമ്മൾ മലയാളം ഏഷ്യൻ ന്യൂസ് ആണല്ലോ, ദൂരദർശൻ കഴിഞ്ഞാൽ ദൂരദർശൻ ന്യൂസിലും ഒരു പരിധി വരുന്നുണ്ട്. എന്നാലും പക്ഷേ ദൂരദർശൻ ന്യൂസിലൊക്കെ നമ്മൾ കാണാത്ത ചില പ്രത്യേകതകൾ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവർ മാറ്റർ ഓഫ് ഫാക്റ്റ് എന്ന് മാത്രമല്ല, അക്ഷരപേശ ഉണ്ടാകത്തില്ല, അവരുടെ സ്റ്റൈലിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ല, വടിവത്ത് നിൽക്കും. പക്ഷേ ദൂരദർശൻ ന്യൂസിനൊരു പ്രത്യേകത ഉണ്ട്. അത് കണ്ടിട്ടുള്ളവർക്ക് ചിലപ്പോൾ അത് കണ്ടാൽ ഉറക്കം വരുമെന്ന് പ്രശ്നം വരും. പ്രത്യേകിച്ച് ഈ നമ്മുടെ ഓരോ അന്നത്തെ രാജേശ്വരി മോഹനും അളകനന്ദയും ഇവരൊക്കെ വായിച്ച് ഉള്ള വാർത്തകളൊക്കെ കാണാൻ ആൾക്കാർക്ക് താല്പര്യമായിരുന്നു. ഇത് ഞാൻ ഈ ഏഷ്യൻ ന്യൂസൊക്കെ കാണുമ്പോൾ എന്തിനാണ് ഇവർ ടൈയൊക്കെ കെട്ടിയിരുന്ന് ഒക്കെ വാർത്ത വായിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം നമ്മൾ ഈ പടിഞ്ഞാറൻ നാടുകളിലൊക്കെ അവിടുത്തെ കാലാവസ്ഥയൊക്കെ വെച്ച് ആൾക്കാർ കോട്ട് സൂട്ടൊക്കെ ഇട്ട് ടൈ കെട്ടി, ഇവിടെ എന്തിനാണ് അതിൻ്റെ ആവശ്യം? ഞാനത് പറയുമ്പോൾ ഇവരെന്നെ കളിയാക്കുമായിരുന്നു. പലപ്പോഴും ഞാൻ പറയുമ്പോൾ ഇത് കോമഡി ഷോ അല്ല, നമ്മൾ തമ്മിലൊന്നും അല്ല ഇത്, ഏഷ്യാനെറ്റുള്ളപ്പോൾ അങ്ങനെ അവർ തന്നെ പറയുമായിരുന്നു. അവർ നമ്മളെ കളിയാക്കി. ഞാൻ പൊതു മീറ്റിങ്ങുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ കമ്പൈൻ മീറ്റിംഗ് വരുമല്ലോ, ന്യൂസിൻ്റെയും ന്യൂസ് എന്ന് ഏഷ്യാനെറ്റ് ഒന്നിച്ച് കിടക്കുമ്പോഴൊക്കെ ഞാൻ പറയുമായിരുന്നു. പക്ഷേ ഇവരത് എനിക്ക് പക്ഷേ എന്നും എൻ്റെ ഒരു സംശയം, അത് നമ്മൾ ഇവിടുത്തെ റിസൾട്ട് നമ്മൾ ഇറങ്ങി എന്ത് കുഴപ്പം? അപ്പോൾ എൻ്റെ കയ്യിൽ കൊളി കിട്ടി, ഞാൻ എറിയാൻ തീരുമാനിച്ചു. അപ്പോൾ എന്തൊക്കെയാണ്, അപ്പോൾ നമ്മളൊരു പുതുതായിട്ടൊരു ചാനൽ കൊണ്ടുവരുമ്പോൾ നമ്മുടെ പ്രശ്നം എന്താണ് വ്യത്യസ്തത എന്നാണല്ലോ. അല്ലെങ്കിൽ പുതിയൊരു സ്ക്രോൾ വരാനായിട്ട് ആരും വാർത്ത കാണുന്നുള്ളൂ, സ്ക്രോൾ ചെയ്യാൻ വേണ്ടി ഒരു പുതിയ ചാനലിൻ്റെ ആവശ്യമില്ലല്ലോ. അതെ അതെ അതെ. മാത്രമല്ല ആൾക്കാരെ കണ്ടുകൊണ്ടിരുന്ന ചാനലിൽ നിന്ന് മാറാൻ ഭയങ്കര പാടുമാണ്, ഒരു ബിഹേവിയറാണുള്ളത്. അപ്പോൾ 5 വ്യത്യാസങ്ങൾ വേണം എന്ന് നമ്മൾ തീരുമാനിച്ചു, പ്രകടമായിട്ടൊരു 5 ഡിഫറൻസ്. അത് ഏഷ്യാനെറ്റിൽ നിന്നും മനോരമയിൽ നിന്നും 5 ഡിഫറൻസ് വേണം. അങ്ങനെ തീരുമാനിച്ച ഒന്നായിരുന്നു നമ്മൾ ഈ പാൻറ് ഊരി കളയുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ മുണ്ടെടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ മുണ്ടെടുക്കാൻ തീരുമാനിച്ചു. പിന്നെ ഈ നമ്മളിൽ വായി കുഴക്കട്ടിട്ടുള്ള സംസാരിക്കുന്ന രീതിയുണ്ട്, സംസ്ഥാന വ്യാപകമായി എന്ന് പറയുന്നത്, ആ പരിപാടി നിർത്തി. അണ്ണാ ഭയങ്കര മഴയാണ് ആ സംഭവം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ലാംഗ്വേജ് അങ്ങ് ഭയങ്കര ഇൻഫോർമലാക്കി, അതും എക്സ്റ്റംപോറാക്കി, ആർട്ടിൽ നിന്ന് വരുന്ന ലാംഗ്വേജ് ആക്കി, നമ്മൾക്ക് മലയാളിക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഭാഷയാക്കി ഇങ്ങനെ. അപ്പോൾ ഈ മുണ്ട് നമ്മൾ എടുത്തു കൊടുത്തപ്പോൾ ആൾക്കാരൊക്കെ ചെറിയ പ്രശ്നമുണ്ടായി. പക്ഷേ പിന്നീടാണ് ഇപ്പം കേരളത്തിൽ ഏറ്റവും ഡിമാൻഡുള്ള 2 സാധനമായിട്ട് മാറിയിട്ടുണ്ട്. ഒന്ന് മുണ്ട്, ഒന്ന് സൈക്കിളും. സൈക്കിളിൻ്റെ കാര്യം എന്തോ പറ്റി എനിക്ക് അറിയത്തില്ല, പക്ഷേ മുണ്ട് ഭയങ്കരമായിട്ട് ചിലവഴിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ. കാരണം മുണ്ടിനൊരു ബഹുമാനം കിട്ടിയിട്ടുണ്ട്. ഈ കോവിഡ് കാലമായപ്പോൾ പ്രത്യേകിച്ചും ഈ മുണ്ടൊക്കെ, ഞാൻ യഥാർത്ഥത്തിൽ കോവിഡിൻ്റെ മനീഷ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ഈ കോവിഡിൻ്റെ മിക്കവാറും 20 മാസം ഉണ്ടായിരുന്നല്ലോ, ഞാൻ എല്ലാം കൂടി 4-5 ദിവസമേ മാറിയെന്നുള്ളൂ മോർണിംഗ് ഷോയിൽ നിന്ന്. ഞാൻ കോവിഡ് പിടിച്ചിരിക്കുക. കോവിഡ് പിടിച്ചപ്പോഴും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് നമ്മുടെ ഈ സാങ്കേതിക സാധ്യത ഉപയോഗിച്ച് ഈ സെറ്റിലേക്ക് ചെന്നിറങ്ങി
ചെയ്യുന്നുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ 6-7 ദിവസം കോവിഡുമായിട്ട് വീട്ടിലുണ്ടായിരുന്നു. പലരും സംശയിച്ചു ഞാൻ ഓഫീസിലിരുന്ന് ഈ കോവിഡിൻ്റെ മരുന്നും കഴിച്ചുകൊണ്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ആയിരുന്നില്ല, വീട്ടിൽ നിന്ന് ചെയ്യുമായിരുന്നു. പക്ഷേ ഇത് ഞാനന്ന് ആൾക്കാരെ കുറച്ചുകൂടെ ഈ പേടിയില്ലാതാക്കുക എന്ന് പറയുന്ന ഉദ്യമമായിരുന്നു ഞാനന്ന് ഏറ്റെടുത്തിരുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ നമ്മുടെ ഒന്നാമത് മുണ്ടിനൊരു സുഖമുണ്ടല്ലോ. അപ്പം മുണ്ടെടുത്ത് നടക്കുന്ന ഞാനൊരു സുഖമുണ്ട് നമ്മൾ. അപ്പോൾ ഈ മുണ്ടനായിട്ട് വാർത്തയിൽ ഇറങ്ങുക എന്ന് പറയുന്നത് അപ്പോൾ ഒരു കുഴപ്പമില്ല, വാർത്തയ്ക്കൊന്നും സംഭവിക്കുന്നില്ല. പിന്നെ ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ നമ്മൾ തമ്മിൽ ചെയ്യുമ്പോൾ തന്നെ എന്നെക്കുറിച്ച് കേട്ടൊരു പരാതി ഞാൻ ഈ അസ്ഥാനത്ത് കോമഡി അടിക്കുന്നായിരുന്നു. അപ്പോൾ ഞാൻ സത്യത്തിൽ ഈ കല്യാണ വീട്ടിൽ ദുഃഖ ബാൻഡ് അടിക്കുന്ന പരിപാടി ഇല്ലായിരുന്നു. കാര്യം പറയുമ്പോൾ കാര്യമാണ്, തമാശ ഒരു തമാശ. പിന്നെ ഈ തമാശയ്ക്ക് എപ്പോഴും ഒരു കുഴപ്പമുണ്ടല്ലോ, കൈവിട്ട കളിയാണല്ലോ, ചിലപ്പോൾ ചീറ്റി പോകും. അപ്പോൾ ചീറ്റി പോയാൽ നാറും, ആൾ ചീത്ത വിളിക്കും, അങ്ങനെയാണ് സംഭവിച്ചത്. പക്ഷേ ഇത് ഈ നമ്മളുടെ പ്രകടമായിട്ട് നമ്മുടെ ഗ്രാഫിക്സിൽ കൊണ്ടുവന്ന മാറ്റം, സ്റ്റുഡിയോയിലൊക്കെ ഫ്ലൈറ്റ് ഇറങ്ങുന്നതൊക്കെ കാണിച്ചപ്പോൾ ആൾക്കാർ അത് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ വളരെ നേരത്തെ വന്നെങ്കിലും പ്രത്യേകിച്ച് നമ്മൾ ആ പൂരം നമ്മളൊന്നും ചെയ്തു, അത് നമുക്ക് ഭയങ്കര അഭിമാനമുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനുള്ള ഈ വിസാർട്ടി എന്ന് പറയുന്ന ഈ കമ്പനി, ഈ എക്യുപ്മെൻറ്റ് തന്ന കമ്പനി അവരുടെ സൈറ്റിൽ ഇപ്പോഴും ഇട്ടിട്ടുണ്ട്. കാര്യം അവർ പറയുന്നത് അവരുടെ എക്യുപ്മെൻറ്റിൻ്റെ സാധ്യത ഏറ്റവും ഉപയോഗിച്ചത് ഈ കേരളത്തിലെ ചാനലാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ ഒരിടത്ത് നിൽക്കുന്നു, മറ്റുള്ള ചെണ്ടക്കാരൻ വേറെ സ്ഥലത്ത് നിൽക്കുന്നു, തായമ്പകം കൊണ്ട് വേറെ ആൾ നിൽക്കുന്നു. അപ്പോൾ ഇതെല്ലാം 6-7 സ്ഥലത്ത് നിന്ന് ഒന്നിച്ച് നമ്മൾ ഫ്ലോറിൽ കൊണ്ടുവന്നപ്പോഴേ അത് മാത്രമല്ല ഒരു അമേരിക്കയിൽ നടന്നൊരു എക്സിബിഷനിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനി അവരുടെ മഹത്വമായി കാണിച്ച 5 ട്രെയിലറിലൊന്നും ഇതായിരുന്നു. അത് വിസാർട്ടിയുടെ നമുക്ക്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വലിയൊരു അഭിമാനമുള്ള കാര്യമില്ല. നമ്മളൊരു റീജിയണൽ ചാനൽ, ഡൽഹിക്കാരെ ഭാഷ ലോക്കൽ ചാനലാണിത്. അപ്പോൾ ഈ ലോക്കൽ ചാനലിൽ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റിയതിൽ എനിക്കെപ്പോഴും അറിയുന്നൊരു കാര്യം, നമുക്ക് നമ്മുടെ ഓഡിയൻസിനെ തിരിച്ചറിയാൻ പറ്റണം. മാത്രമല്ല എനിക്ക് നമ്മൾ തമ്മിൽ അതെങ്ങനെ ഗുണം ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു തോന്നലാണ്. ഇതിന് നമുക്കൊരു ശാസ്ത്രീയ എവിഡൻസ് ഒന്നുമില്ലല്ലോ. ഞാൻ വിശ്വസിക്കുന്നത് ഒരുപാട് സാധാരണ വാർത്ത കാണാത്ത ഒരുപാട് കുട്ടികളും സ്ത്രീകളും ഒക്കെ ഈ കുടുംബ പ്രേക്ഷകർ എന്നുള്ള ആൾക്കാർ ഈ രാവിലെ ഞാൻ വാർത്ത മാത്രമല്ല മറ്റുള്ള കാര്യമൊക്കെ മിക്സ് ചെയ്ത് അവർക്ക് അറിയേണ്ട കാര്യങ്ങളും ഒക്കെ ചേർത്ത് ഇതിങ്ങനെ കൊടുത്തപ്പോൾ സമയം പറയും, പിന്നെ അവർക്ക് വരാനുള്ള വണ്ടി വന്നെന്ന് പറയും, ട്രെയിൻ പോയെന്ന് പറയും, ഇങ്ങനെയുള്ള അവരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ പറയും എന്നുള്ളതുകൊണ്ട് പിന്നെ എന്തെങ്കിലും ഇപ്പം ഞാൻ ചില സമയത്തൊക്കെ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഈ കോഴിക്കോട് നമ്മുടെ അർജുനെ കാണാതായപ്പോൾ സമയത്തെ അർജുൻ്റെ സഹോദരിയെ നമ്മുടെ യൂണിറ്റ് കണക്ട് ചെയ്ത സമയത്ത് ആ കുട്ടി പറഞ്ഞിങ്ങനെ മന്ത്രിയോട് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റും. ഞാൻ 1 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം, നമുക്ക് മന്ത്രി ഉണ്ടോ എന്ന് നോക്കാം. KP ഗണേഷ് കുമാറിനോടാണ് അപ്പോൾ പറയേണ്ടത്. KP ഗണേഷ് വിളിച്ച് ലൈൻ നിർത്തി, കുട്ടി പറഞ്ഞോളൂ മന്ത്രി ലൈനിൽ നിൽക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ആൾക്കാർ അവരുടെ ലൈഫിലേക്ക് ഇത് പ്രത്യേകിച്ച് TV ചാനൽ സ്വഭാവമല്ലല്ലോ ഇങ്ങനെ നമ്മൾ ഒരു തരം കണക്ടറായി മാറുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോർഡിനേഷനും ഒക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യും. പിന്നെ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക, അതൊരു വലിയ പരിധിയില്ല. അത് പിന്നെ നമ്മൾ പണ്ടേ ചെയ്യുന്നതായിരുന്നു, നാളെ അറിയാറില്ലായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ ആൾക്കാർ അറിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിഷമങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു എന്ന് പറയുമ്പോഴേ ഒരു പ്രക്ഷേപണത്തിനപ്പുറം നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളതും ആൾക്കാരോട് അടുക്കാൻ കാരണമായി. അതുകൊണ്ടായിരിക്കും ഇത്രയധികം പ്രേക്ഷകർ ഇപ്പം 24 ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ഒരാളുടെ ഇത് തുടങ്ങുന്നത് റേഡിയോയിലാണ്. നമ്മളെപ്പോഴും റേഡിയോ പറയുന്നത്, റേഡിയോ ചിലപ്പോൾ ആളുകൾ തലയുടെ അടുത്ത് വെക്കാറുണ്ട്, തലയണ പോലെ തൊട്ടടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ ഒരു കമ്പാനിയൻഷിപ്പ് എപ്പോഴും റേഡിയോയ്ക്കുണ്ട്. ഇപ്പോൾ എനിക്കൊന്ന് 24 വിഭാവനം ചെയ്യുമ്പോഴും അവരുടെ നമ്മുടെ സ്വീകരണ മുറിയിലെ ഒരു വാർത്താ ചാനൽ, അതിൻ്റെ ഒരു അകലം, വടിവത്ത് ഇതിൽ ആളുകൾ സംസാരിക്കുന്നു, ആ ഒരു ദൂരെ കൂടുതൽ മാറ്റി അവരുടെ അടുക്കളയിൽ എവിടെയും അവരുടെ ചുറ്റുവട്ടത്തുള്ള അവരുടെ എന്ത് കാര്യവും സംസാരിക്കുന്ന, എന്നാൽ ഈ അവിടെ തന്നെയുള്ളൊരു സഹ അവതാരകളോടക്കം തോളിൽ കൈയിട്ടിട്ട് സംസാരിക്കാവുന്ന, അതിനോട് തമാശയൊക്കെ പറയുന്ന ഈ ഒരു ഗൗരവതലം പൂർണ്ണമായിട്ടും വെടിയുക, എന്നാൽ അതിനൊരു വാർത്താ അവതരണത്തിൻ്റെ നിലവാരം നിലനിർത്തുക, അങ്ങനെ ഒരു പ്ലാനിലേക്ക് വന്നതിൻ്റെ ഞാൻ ശരിക്കും റേഡിയോ തീർച്ചയായിട്ടും എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ ശരിക്കും മനുഷ്യൻ അറിയുന്നറിയില്ല, ഞാൻ എൻ്റെ കരിയർ തുടങ്ങുന്നതൊക്കെ ശരിക്കും ഒരു കോളേജിലായിരുന്നു. ഞാൻ തൃശ്ശൂർ കേരള കോളേജിൽ അധ്യാപക മാഷായിരുന്നു. അപ്പോൾ കുറച്ച് കാലം ഞാൻ അവിടെ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് എന്നെ ആകാശവാണിയിൽ ജോയിൻ ചെയ്തു, ഒരു പ്രോഗ്രാം എക്സിക്യൂട്ടീവായിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ എനിക്ക് സത്യമായി ഞാൻ ഈ വാർത്ത വായിക്കുന്ന രാമേന്ദ്രൻ ചേട്ടൻ ഇങ്ങനെയൊക്കെയുള്ള ആളുകളെയൊക്കെ അനുകരിച്ചാണ് നമ്മുടെ വരവെന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ആകാശവാണിയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഞാൻ ഈ കലാകുന്നിയുടെ ഒരു ഫീച്ചർ റൈറ്ററായിരുന്നു. അപ്പോൾ കുറേ ഫീച്ചറുകൾ കവർ സ്റ്റോറികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കലാമതിക്ക് വേണ്ടി. അപ്പോൾ എവിടേക്കോ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് മോഹൻലാലെ മമ്മൂട്ടി ആവണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നവരാണല്ലോ. അപ്പോൾ നമ്മൾ പല തന്ത്രവും പയറ്റും, എങ്ങും ക്ലച്ച് പിടിക്കത്തില്ല. കാരണം അവരൊക്കെ അപാരമായ സിദ്ധിയുള്ളവരായതുകൊണ്ടാണ് അവർ ആ സ്ഥലത്തെത്തിയത്. പിന്നീട് എനിക്ക് മനസ്സിലായി, ഞാൻ വിളിച്ചതൊക്കെ എളുപ്പമായി, പെട്ടെന്ന് ഒരു മോഹൻലാലാവുക,
എനിക്ക് മനസ്സിലായി അതിൻ്റെ ഒന്നാം പകുതി വെള്ളം കുടിച്ച് നമ്മുടെ ഉപ്പാട് വരും എന്നുള്ളത്. ഇവരുടെയൊക്കെ ഒന്നാം പകുതി നമ്മൾ അറിയുന്നില്ല. കാര്യം ഇവരെത്ര ക്ലേശം സഹിച്ചാണ് നമ്മൾ രണ്ടാം പകുതിയിൽ ഇവർ നേടിയ വിജയങ്ങളുടെ കണക്കെ നമ്മുടെ കയ്യിലുള്ളൂ. ഞാനത് കഴിഞ്ഞ് റേഡിയോ ചെല്ലുമ്പോൾ ഈ റേഡിയോയിലുള്ളൊരു ഗുണം എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം അറിയുമോ, ടെലിവിഷനിൽ നമ്മളൊരു കാര്യം പരീക്ഷിച്ചാൽ പരാജയപ്പെട്ട ഒത്തിരി കാശ് പോകും. റേഡിയോയിൽ പരീക്ഷ നടത്താൻ പൈസ വേണ്ട, അത് വലിയ കാശൊന്നും അതില്ല. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ഇട്ട് പരീക്ഷിക്കാം. സത്യത്തിൽ റേഡിയോയിൽ പല ഫോർമാറ്റുകളും ഞാൻ ടെലിവിഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഈ ഏഷ്യാനെറ്റിലേക്ക് ആദ്യം ചെല്ലുമ്പോൾ തന്നെ എനിക്ക് വലുതായിട്ട് അന്ന് ടെലിവിഷൻ പ്രൊഡക്ഷൻ അറിയത്തില്ല. മാത്രമല്ല ഈ എഡിറ്റിങ്ങും ഒക്കെ എങ്ങനെ ചില ന്യൂസ് ഓറിയൻറ്റഡ് പ്രോഗ്രാംസ് ഞാൻ ദൂരദർശന് വേണ്ടി ചെയ്തിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് വേറൊന്നും അറിയത്തില്ല. ഞാൻ റേഡിയോ സ്റ്റേഷനിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ പ്രഭാത ബലിയൊക്കെ എന്ന് വളരെ ഹിറ്റാണ്, അതിലൊക്കെ നമ്മൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അത് ഒരു പറക്കോട് ഉണ്ണികൃഷ്ണൻ ഒരാളാണ് എൻ്റെ ചാർജ്. അപ്പോൾ ഞാനും എസ് ഗോപാലകൃഷ്ണനും ഒക്കെ ഇതിനകത്ത് ആൾക്കാരായിരുന്നു. അപ്പോൾ നമ്മളന്ന് ഒരു യുവനിരയാണ് ആകാശവാണിയിൽ. അപ്പോൾ നമുക്ക് ഒരുപാട് അവസരങ്ങൾ അങ്ങനെ കിട്ടുമ്പോൾ നമ്മളിത് പലതും പരീക്ഷ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഞാൻ ഏഷ്യാനെറ്റിൽ ചെന്നപ്പോൾ ആദ്യം സംഗീത സാഗർ എന്നൊരു പ്രോഗ്രാമാണ് അതിൽ ഞാൻ അവതരിപ്പിച്ചത്. അതിനകത്ത് ശരിക്കും ആ പ്രോഗ്രാമിൽ എസ് പി ബാലസുബ്രഹ്മണ്യമൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, എസ് ജാനകി, അതുപോലെ തന്നെ ചിത്ര, എം ജി ശ്രീകുമാർ, പി ജയച്ചൻ, ഇവരെല്ലാവരും ആ പ്രോഗ്രാമിൽ പങ്കെടുത്താണ്. അത് ശരിക്കും റേഡിയോ ഫോർമാറ്റാണ്. ഇന്നിപ്പോൾ യൂട്യൂബിൽ പോയ മനുഷ്യനെ കാണാം ആ പ്രോഗ്രാം. ആ സംഗീത സാഗരം അടിച്ചു നോക്കിയാൽ അത് റേഡിയോ ഫോർമാറ്റ്. പക്ഷേ അന്ന് കുറച്ച് വൃത്തിയാണ് അത് ടെലികാസ്റ്റ് ചെയ്ത്. അതായത് അവിടെ നിന്നാണ് നമ്മൾ പിടിച്ച് കയറിയത് ഏഷ്യാനെറ്റും ഒരു പരിധി വരെ. ഏഷ്യാനെറ്റല്ല, അന്ന് സൂര്യയാണ് ടോപ്പിലെന്ന് പറയുന്നത്. അപ്പോൾ ഏഷ്യാനെറ്റ് അത് കൂടെ ഭയങ്കര പ്രത്യേകിച്ചും എസ് പി ബാലസൂര്യനും വന്ന എപ്പിസോഡൊക്കെ അന്നൊരു സിംഗിൾ ഡിജിറ്റ് റേറ്റിംഗ് പോലും അന്ന് വളരെ താഴ്ന്നു നിൽക്കുമായിരുന്നു റേറ്റിംഗിൽ. ഏഷ്യാനെറ്റ് സൂര്യയായിരുന്നു അന്ന് ടോപ്പിൽ. 1060 പ്രോഗ്രാം സൂര്യ ടി വി ആയിരുന്നു അന്ന്. പക്ഷേ അന്ന് ഇത് വന്നപ്പോൾ 2 ഡിജിറ്റ് റേറ്റിംഗ് ഒരു 2 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് വരികയാണ്. അന്ന് കേരളം ലഡു വിതരണം ചെയ്ത ദിവസമായിരുന്നു അന്ന് ഏഷ്യാനെറ്റിൽ, പുളിയറക്കോണത്തെ സ്ഥലത്ത്. അപ്പോൾ ഇത് എനിക്കൊന്ന് റേഡിയോ അതിനെന്നെ സഹായിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ പ്രയോഗങ്ങളും ചില പുതിയ ഐഡിയകളും ഒക്കെ റേഡിയോ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. മനുഷ്യ പറഞ്ഞാൽ കുറേ കണ്ടതും കേട്ട ഒരു എനിക്കൊന്നൊരു 2000 കണ്ടതും കേട്ടതും തന്നെ എഴുതിയിട്ടുണ്ടാവും ഇത്. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ഈസി ആയിട്ട് എഴുതാനും ഒക്കെ ഉള്ളൊരു അവസരമാവുമല്ലോ കുറച്ച് കഴിയുമ്പോൾ. മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് നമുക്ക് ചില പ്രയോഗങ്ങൾ നടത്താൻ ഞാൻ ഈ കുറേ അത് മനുഷ്യൻ അറിയാത്തൊരു രഹസ്യമാണ്. ഞാൻ ഒരുപക്ഷെ ഒരു ഇൻ്റർവ്യൂവിൽ ആദ്യം വെളിപ്പെടുന്ന കാര്യമാണ്. കേരളത്തിലെ ടെലിവിഷനിൽ ഏറ്റവും കൂടുതൽ ടൈറ്റിൽ ഇട്ടിട്ടുള്ള ഞാനാണ് ടെലിവിഷനിൽ. ഇന്നത്തെ ഈ പല അപ്പം ഈ നമ്മുടെ മനോരമയിൽ മഴവിൽ പോകുന്ന മറിമായി ഉൾപ്പെടെ ഈ പല പ്രോഗ്രാമിൻ്റെയും കോമഡി സ്റ്റാർ, ഏഷ്യാനെറ്റിലെ ഐഡിയ സ്റ്റാർ സിംഗർ, ഇങ്ങനെയുള്ള പോപ്പുലറായിട്ടുള്ള മിക്ക നമ്മുടെ ഐഡിയ ടോപ്പ് സിംഗർ, ഇങ്ങനെ പറയുന്ന എല്ലാ പ്രോഗ്രാമിൻ്റെയും ടൈറ്റിലുകൾ ഇതെനിക്ക് കിട്ടിയത് എൻ്റെ റേഡിയോ കാലത്തിൽ നിന്നാണ്. ഞാൻ അവിടെ പരീക്ഷണം ഇഷ്ടംപോലെ പരീക്ഷയ്ക്കല്ല, കൊള്ളത്തിലേ മാറ്റമല്ലോ. അപ്പോൾ ഞാനിട്ട ഒരു ടൈറ്റിലായിരുന്നു നിരാലംബതയുടെ തീക്കണ്ണെന്ന്. ഒരു അതായത് ഒരു തൃശ്ശൂരിലെ ഒരു മനോരോഗാലയത്തിലെ മനോരോഗികളെ കുറിച്ചായിരുന്നു, മാനസിക ചികിത്സ തേടുന്ന ആൾക്കാരെ കുറിച്ചാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് അറിയും, ഞാൻ ഒരു വിഷ്വലായിരുന്നു. അതായത് കമ്പി എഴികളിൽ പിടിച്ച് ഒരു മനുഷ്യനിങ്ങനെ നിൽക്കുകയാണ്, അവൻ്റെ കണ്ണിൽ നിരാലംബതയുണ്ടാകും, പക്ഷെ അത് തീക്കണ്ണാണ്. അപ്പോൾ ആ നിരാലംബതയുടെ തീക്കണ്ണെന്ന് ഇട്ടത്. അപ്പോൾ അതുപോലെ ഈ കലാമുതൽ ഞാൻ എഴുതിയ ഒരു കവർ സ്റ്റോറില്ലേ തൃശ്ശൂർ റപ്പായിയെ കുറിച്ചൊരു തമാശ കലർന്നൊരു സാധനം, തീറ്ററപ്പായി, കുംഭകുരിശായ റപ്പായി എന്നായിട്ടത്. കാര്യം കുംഭയായിരുന്നു അയാൾക്ക് പ്രശ്നം എന്ന് പറഞ്ഞ പോലെ. അങ്ങനെ കുറച്ച് നമ്മൾ ഈ ടൈറ്റിൽ ഇതെല്ലാം ഈ പരീക്ഷണമൊക്കെ എനിക്ക് നടത്താൻ അവസരം കിട്ടിയത് റേഡിയോ സ്റ്റേഷനിൽ. നമുക്കവിടെ എന്തും പരീക്ഷിക്കാം. അവിടെ അങ്ങനൊരു ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനമായാലും അങ്ങനെ ഒന്നുമില്ല. ഞാനിപ്പോഴും ആലോചിക്കുന്നത് ലോകത്ത് വാർത്ത കൊടുക്കാൻ ഏറ്റവും വേഗത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന റേഡിയോയ്ക്കാണെന്നാണ്. ഇത്രയും സ്പീഡിൽ ഒരു സ്ഥാപനത്തിന് വർക്ക് ചെയ്യും. പക്ഷേ ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് അത് ശ്രോതാക്കളെ പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ. പക്ഷേ കാര്യം കാരണം അവർ ഈ സ്വകാര്യ ചാനലുകളോട് മത്സരിക്കുന്നില്ല. ദൂരദർശനാണെങ്കിൽ ഇപ്പം ദൂരദർശനും ഞാൻ ഈ പ്രകാശ് ജാവദേക്കറിനോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുമോ, അങ്ങയോട് ഞാനൊരു രഹസ്യം പറയട്ടെ എന്ന് വെച്ചാൽ അങ്ങ് പറഞ്ഞോളാൻ പറഞ്ഞു. ഈ ദൂരദർശൻ മേയാറും അതിൻ്റെ നെറ്റ്വർക്ക് സാധ്യതകൾ ഉപയോഗിച്ച് ഒരു മത്സരത്തിന് കളത്തിലിറങ്ങിയാൽ ഇന്ത്യയിലെ ഒരു ടി വി ചാനലിനോട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ അവരുടെ പൊട്ടൻഷ്യൽ അവർ തന്നെ തിരിച്ചറിയുന്നില്ല. വേറെ ഒരുപാട് പ്രശ്നങ്ങൾ ട്രേഡ് യൂണിയൻസും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് നേട്ടം ഉണ്ടാക്കാനും ഒക്കെ പ്രവർത്തിക്കുന്ന സ്ഥാപനമായിട്ട് മാറുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ 2 സ്ഥാപനം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കാണ്, നമ്മൾ അറിയുന്നില്ലെങ്കിലും. പക്ഷേ അതിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കുന്നില്ല, അതാണ് പ്രശ്നം. എനിക്കൊന്ന് ഈ റേഡിയോ ഞാൻ കുറേ ഒരു 10, 60, 65 റേഡിയോ നാടകങ്ങൾ തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഏറ്റവും തമാശ എന്ന് പറഞ്ഞാൽ ഞാനൊരിക്കൽ ഒരു പ്രോഗ്രാം മീറ്റിങ്ങിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച നാടകത്തിൻ്റെ ചാർജാണ് തിരുവനന്തപുരത്ത് ആകാശവാണി തലത്തിൽ. അപ്പോൾ പിറ്റേന്ന് രാത്രി 8 മണിക്ക് പോകേണ്ട നാടകം എന്തുകൊണ്ട് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഒരു ഡയറക്ടർ മലയാളിയല്ല. അപ്പോൾ അവിടെ ഇരുന്ന ഒരു ഉദ്യോഗസ്ഥ പറഞ്ഞു,
ശ്രീധരൻ നായർ നാളെ എന്താ നാടകം എന്ന് ചോദിച്ചു. അവർക്കറിയാം നാടകം ഇല്ലയെന്ന്. എനിക്കിട്ടൊരു കുത്തുകുത്തിയതാണ്. അപ്പം ഞാൻ പറഞ്ഞു നാടകമായിട്ടില്ലെന്ന് പറഞ്ഞ് ഡയറക്ടറെ ചീത്ത വിളിക്കുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു നാടകമൊക്കെ ആയി, എൻ്റെ റെക്കോർഡിംഗ് ഒക്കെ നമ്മൾ ചെയ്യും എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്താ അതിൻ്റെ ടൈറ്റിൽ എന്ന് അവരോട് വീണ്ടും ചോദിച്ചു. ഞാൻ ടൈറ്റിൽ അപ്പം നമ്മൾ പ്രശ്നമായി. അപ്പം നമുക്ക് ടൈറ്റിൽ ഇട്ടിട്ടില്ല, നമ്മൾ നാടകം തീരുമാനിച്ചിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു കമലാക്ഷി നീ ഒന്ന് അടങ്ങ് എന്ന് പറഞ്ഞു. സത്യത്തിൽ അവരോട് പറഞ്ഞതാ കേട്ടോ. അപ്പം ഞാൻ അതാണോ ടൈറ്റിൽ എന്ന് ചോദിച്ചു. ഈ ഡയറക്ടർ ചോദിച്ചു, അയാൾക്ക് മലയാളം അറിയത്തില്ല. യെസ് കമലാക്ഷി നീ ഒന്ന് അടങ്ങുന്ന. പിറ്റേന്ന് കുരിശായി, ഈ ടൈറ്റിൽ നാടകം പോകണം. കാര്യം അത് പ്രോഗ്രാം മീറ്റിങ്ങിൽ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ആ നാടകം എഴുതിയിട്ടില്ല, റെക്കോർഡ് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ കൊട്ടാരക്കരയുള്ള വീട്ടിൽ പോയി. എനിക്കന്ന് രാത്രി എന്തോ കഴിച്ചിട്ട് വയറിളക്കം പിടിച്ചു. അപ്പം വയറിളക്കൊണ്ടെങ്കിൽ നാടകം എഴുതാൻ പറ്റും. അപ്പോൾ വെളുപ്പിനൊരു 2-2:30 മണിയായപ്പോൾ രക്ഷയില്ലല്ലോ. ഇതേ പേരിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്തേ പറ്റൂ, വേറെ മാർഗ്ഗമില്ല. ഞാൻ ഈ വയറിൽ കൈയും വെച്ചിട്ട് കേട്ടോ, ഈ വയറിളക്കത്തെ മുഴുവൻ ആത്മനിയന്ത്രണത്തിൽ നിർത്തിക്കൊണ്ട് ഈ നാടകം എഴുതി പോയി. ആ നാടകമായിരുന്നു ഞാൻ എക്കാലത്തെയും റേഡിയോയിൽ എഴുതിയ ഹിറ്റായ നാടകം. അതായിരുന്നു കമലാക്ഷി നീ ഒന്ന് അടങ്ങ്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആകസ്മികതകൾ. പിന്നീട് ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചിയെ കളയാക്കാൻ വേണ്ടി പറഞ്ഞത് അത് പിന്നെ ഒരു കുരിശായതാ കേട്ടോ. ആ ചേച്ചി പക്ഷേ നാടകം നന്നായിരുന്നു. പക്ഷേ ആ ചേച്ചി വളരെ നല്ല ശരി. അപ്പോൾ അവരുടെ ഒരു എന്നെക്കുറിച്ചുള്ള പരാതി എന്തായിരുന്നു, ഞാനെല്ലാം ലാസ്റ്റ് മിനിറ്റ് ചെയ്യുന്നു. എന്നുവെച്ചാൽ ഒരു സിസ്റ്റം ഞാൻ ഫോളോ ചെയ്യുന്നില്ല. അതിലൊരു അസ്വസ്ഥ കൊണ്ട് ചേച്ചി എന്ന് പറഞ്ഞാണ്. അപ്പോൾ എന്നെ ഇത്തിരി വിഷമിപ്പിക്കുക എന്ന് തന്നെ ഉദ്ദേശിച്ച് പറഞ്ഞാൽ അവർ പിന്നീട് എന്നോട് പറഞ്ഞു. കാര്യം ഒരു മെലി ദിവസം ഉപയോഗിച്ച് പറയാൻ നമ്മളൊന്ന് വേർക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പക്ഷേ റേഡിയോ സ്റ്റേഷന് ഒരുപാട് പക്ഷേ നമ്മൾ പലപ്പോഴും സംഭവിക്കുന്നത് അറിയുമ്പോൾ മനീഷ്, എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ റേഡിയോയിലൊക്കെ അസംഖ്യം നല്ല കലാകാരന്മാരുണ്ട്, ഉണ്ടായിരുന്നു താനും. ഇപ്പോൾ പി ഭാസ്കരനും ഉറുബു കോഴിക്കോട് ആകാശവാണി അത് നമുക്ക് കെ വി മണികണ്ഠൻ നായർ, അമ്മുവിൻ്റെ ആട്ടും കൊണ്ട് പത്മരാജൻ, അങ്ങനെ എത്രയോ ആളുകൾ. അത് മാത്രമല്ല ഞാനൊരിക്കലും ഒരു തമാശ ഉണ്ട്. ഞാൻ ഈ തിരുവനന്തപുരം ആകാശവാണി ജോലി ചെയ്യുമ്പോൾ ഒരു പത്മരാജൻ ചേട്ടൻ വന്നിറങ്ങുന്നു. അപ്പോൾ നമുക്കിങ്ങനെയൊക്കെ ഭയങ്കര ഒരു രീതിയിലാണ് നമ്മൾ കാണുന്നത്. കാരണം ഇങ്ങനെ വരുന്നത് തന്നെ കണ്ട ഒരു കവിതയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഏട്ടാ ഇവിടെ എന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു എനിക്ക് ഇവിടെ ഒരു അരിയർ കിട്ടാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴാണ് അറിയുന്നത് പുള്ളി ഇപ്പോഴും ആ റോഡിലുണ്ട്, പുള്ളി രാജിവെച്ചിട്ടില്ല. ഞാൻ ചോദിച്ചു ചേട്ടൻ പോയില്ലേ? ഞാനായിട്ട് ഇവിടുന്ന് രാജിവെക്കത്തില്ല, അവന്മാർക്ക് തന്നെ ആവശ്യമില്ലെങ്കിൽ ഇത് ചെയ്തോട്ടെന്ന് പറഞ്ഞു, പുറത്താക്കിക്കോട്ടെ. അതുകൊണ്ട് അരിയർ വാങ്ങിച്ചുകൊണ്ട് എപ്പോൾ വരാമെന്ന് പോയി. പിന്നെ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് അദ്ദേഹം മരിച്ച് കിടക്കുമ്പോഴാണ്. അത് റിപ്പോർട്ട് ചെയ്യാൻ പോയതാണ്. എന്നുവെച്ചാൽ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. അപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു ചേട്ടനോട് ഞാൻ ഒരു അസിസ്റ്റൻ്റായിട്ട് നിന്നോട്ടെ, എനിക്ക് സിനിമ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. നീ നശിക്കാൻ തീരുമാനിച്ചോ എന്ന് ചോദിച്ചിട്ട് പുള്ളി അകത്തോട്ട് കയറിപ്പോയി. പിന്നെ പറയാം. എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഗന്ധർവ് എന്നൊരു ഫിലിം ചെയ്തിട്ടുണ്ട്, അത് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നീ അടുത്ത സിനിമയിൽ ആദ്യം മുതൽ എൻ്റെ കൂടെ ചേരണം, അങ്ങനെ എനിക്ക് പഠിക്കാൻ പറ്റൂ. എന്തിനാണ് നീ പഠിക്കുന്നതെന്ന് ചോദിച്ചു വീണ്ടും. ഞാൻ അല്ലേട്ടാ ഇതൊക്കെ അറിഞ്ഞിരിക്കാമല്ലോ ജീവിതത്തിൽ, ഇവിടുത്തെ ജോലി പോരെ എന്നൊക്കെ ചോദിച്ചിട്ട് പുള്ളി പോയി. പിന്നെ ഞാൻ അങ്ങനെയാണ് കണ്ടത്. അത് വേറെ അനുഭവം. ശരിക്കും അങ്ങനെ ഇപ്പം നമ്മളിപ്പോൾ റേഡിയോയിൽ തുടങ്ങി ദൂരദർശനിലേക്ക് പോകുന്നു, ഏഷ്യാനെറ്റിലേക്ക് പോകുന്നു. സത്യത്തിൽ പത്മരാജൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത സിനിമ അല്ലെങ്കിൽ വേറെ ആളുടെ അടുത്ത് പോയാൽ എനിക്കൊരു വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഒരു സമയത്ത് നമ്മൾ ഈ നാട്ടുമ്പുറത്തോട് നടക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഈ സിനിമാക്കാരൊക്കെ നമ്മളെ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ 1-2 സിനിമയ്ക്ക് സ്ക്രിപ്റ്റൊക്കെ ചെയ്തു, അങ്ങനെയുള്ള തന്ത്രങ്ങളൊക്കെ പറ്റിയാൻ കേട്ടോ. അപ്പം ഇത് കഴിഞ്ഞൊരു എനിക്കൊന്ന് 2 സിനിമ, ഒരു സിനിമ രാജതന്ത്രമായിരുന്നു, ഇപ്പോൾ ഏഷ്യാനിലായിരിക്കുന്നത്. പിന്നൊരു സിനിമ 4-ാം കെട്ടിലെ നല്ല തമ്പി. ആ സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ സിനിമ ഇടിയിലാണ് തുടങ്ങുന്നത്. ആ സിനിമ ഇടിച്ചങ്ങ് തീരും. അപ്പോൾ ഇടിച്ചത് നമുക്ക് ടെൻഷനൊന്നുമില്ല, പ്രൊഡ്യൂസർ മാത്രമേ ടെൻഷൻ മനസ്സിലായി. അപ്പോൾ മറ്റേ സിനിമയുടെ ആശയം നല്ലതായിരുന്നു. പക്ഷേ എനിക്ക് ഒരു റൈറ്റർ എന്നുള്ള നിലയിൽ ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു അന്ന്. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കിപ്പോൾ ആലോചിച്ചാൽ നമ്മൾ ഇന്നാണ് ആ സ്ക്രിപ്റ്റ് എഴുതത്തില്ല. കാരണം ആ സിനിമയ്ക്ക് സ്പീഡ് ഭയങ്കര കൂടിപ്പോയി. ഡയലോഗൊക്കെ സൂപ്പറായതിൻ്റെ, പക്ഷേ അതിൻ്റെ സ്പീഡ് വളരെ കൂടുതലാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ പാപ്പരായിട്ട് ആളിനെ പറ്റിയ പരിപാടി ഉണ്ടല്ലോ, അതായിരുന്നു അതിനകത്ത് വന്നത്. ഇന്നസെൻറ്റും ജഗതിയും റോൾ. അപ്പോൾ ജഗതിയൊക്കെ സൂപ്പർ റോളായിരുന്നു. ആറ്റുവാശ്ശേരി പ്രതാപ സിംഹം എന്നായിരുന്നു നമ്മുടെ പേര്. കാരണം ഈ പേരുണ്ട്. അതിനകത്തൊരു സംഭവം വെച്ചാൽ ഒരു സീൻ എന്ന് പറഞ്ഞത് ഡിവോഴ്സ് ചെയ്ത് ഭാര്യയുടെ കൂടെ ഭർത്താവ് കൂടെ താമസിക്കുക. ഡിവോഴ്സ് ചെയ്ത് നാട്ടുകാർ മുമ്പിലേ ഉള്ളൂ, തട്ടിപ്പാ. അപ്പോൾ ഇയാൾക്ക് നാട്ടുകാരെ കാശൊക്കെ ഉണ്ട്, അത് എഴുതി ഭാര്യയുടെ പേര് വെച്ചിട്ട് ഇയാൾ ഭാര്യയെ ഡിവോഴ്സ് ചെയ്ത് കൂടെ താമസിക്കുക. രാത്രിയായപ്പോൾ ഈ ആറ്റുവാശ്ശേരി പ്രതാപ സിംഹം വരികയാണ്.
എന്നിട്ട് ആരാണ് ഈ ഉമൺ എന്നാണ് ചോദിക്കുന്നത് പുള്ളി. അപ്പോൾ എൻ്റെ ഭാര്യയാണ്, നിങ്ങളുടെ ഭാര്യ, അത് മാർച്ച് 31 വിഡോസ് ഇന്ത്യൻ മാരേജ് ആക്ട് പ്രകാരം നിങ്ങൾ ഇവരെ ഡിവോഴ്സ് ചെയ്തു, പിന്നെ ഇങ്ങനെ ഭാര്യ, ഇത് പ്രോസിക്യൂഷൻ സെക്ഷൻ അണ്ടർ പുള്ളി പറയും ഇത് പണിഷബിൾ ആണ് അണ്ടർ സെക്ഷൻ. ഇങ്ങോട്ട് ഇറങ്ങൂ, അന്യസ്ത്രീയുടെ കിടപ്പറയിൽ കയറി നിൽക്കാൻ പാടില്ല, ഇറങ്ങി നിൽക്കൂ. അങ്ങനെ NSNനെ ത്രൂ ഔട്ട് നിയമങ്ങൾ ഉപയോഗിച്ച് പരാജയപ്പെടുന്നതാണ് എൻ്റെ കോൺസെപ്റ്റ് വൈസ്. അത് സൂപ്പറാണ്, അതാണ് രാജതന്ത്രമാണ്. അതങ്ങനെ ഒരു സംഭവം. അപ്പോൾ ഇത് നമ്മൾ അത് കഴിഞ്ഞൊരു പിന്നീടൊരു സിനിമയ്ക്ക് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴേ എനിക്കൊരു സംശയം, ഈ സിനിമയാണോ നമ്മുടെ തട്ടകം? അത്യാവശ്യം ജോലി അപ്പുറത്തുണ്ടല്ലോ. അപ്പം പിന്നെ മാത്രമല്ല ചില സമയത്ത് നമ്മൾ അവിടെ ഈ ആരാധകരെ നടുവിലായിരിക്കും മിക്കവാറും ആർട്ടിസ്റ്റുകളൊക്കെ. അപ്പോൾ നമ്മൾ ഈ ആരാധന കലർന്ന് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ പല ആർട്ടിസ്റ്റുകളും അക്കോമഡേറ്റ് ചെയ്തില്ല. അവർ രാത്രിയാന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ പകലാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് നമ്മളിങ്ങനെ നമ്മുടെ തലച്ചോറ് പണയം വെക്കുന്നത്. ഒരു ദിവസം രാത്രി ഞാൻ പ്രൊഡ്യൂസറിന് കത്ത് എഴുതി വെച്ചിട്ട് ഒരു ആർട്ടിസ്റ്റിന് വേണ്ടി ഒരു ചെറിയ സൗന്ദര്യപ്പണക്കം ഉണ്ടായപ്പോൾ എഴുതി വെച്ചിട്ട് ഞാൻ വാങ്ങിയ പണത്തിൻ്റെ അഡ്വാൻസ് ചെക്കും എഴുതി വെച്ചിട്ട് ഞാൻ പോവുകയാണ്, ഈ കളരി എനിക്ക് ശരിയാവും തോന്നുന്നില്ല. ഈ തിരക്കഥ എഴുതാനുള്ള ഞാൻ എഴുതി തുടങ്ങിയായിരുന്നു 3ാമത്തെ പടത്തിൻ്റെ. ഞാൻ അവിടെ എഴുതി വെച്ചിട്ട് വീട്ടിൽ 4ാം കെട്ടിന് ശേഷം വേറൊരു കെട്ട് വരുവാ, ഞാൻ കളഞ്ഞിട്ട് പോയി. അപ്പം പിന്നെ അയാൾ പറഞ്ഞു നിങ്ങൾ എന്തൊരു ഭീരുവാണ്. ഞാൻ അതല്ല, എനിക്ക് തോന്നുന്നു എൻ്റെ തട്ടകമല്ല എന്ന് എനിക്കങ്ങ് തോന്നുന്നു എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു മേഖലയിൽ എന്തിനാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഗാന്ധിജി നല്ലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ ആ സ്ഥലത്ത് നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് കളയണം. ഇവിടെ തിയറി ഓഫ് മൈഗ്രേഷനാണ്. അപ്പോൾ അത് നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ മൈഗ്രേറ്റ് ചെയ്ത് പോയിട്ട് ഞാൻ അത് ആകാശവാണി തുറന്നു. കുറേ കാലം കഴിഞ്ഞപ്പം ഈ ഡോക്ടർ റെജിമേൻ എന്നോട് പറഞ്ഞു, അതേ ഈ നമ്മുടെ ഈ ടോക്ക് ഷോ നന്നായി കാണുന്ന ഒരാളായിരുന്നു നമ്മൾ തമ്മിൽ. അങ്ങനെ ഈ വെളി രാജ്യത്തുള്ളവർക്ക് തമാശ ഇഷ്ടം. അങ്ങനെ മോസ്കോയിലായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് നല്ല ഫലിതബോധമുണ്ട്, നിങ്ങളത് നന്നായിട്ട് ചിലവാക്കണം. എന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ ഒരു ശ്രവ്യ മാധ്യമത്തിൽ നിങ്ങളുടെ സമയം ചിലവഴിക്കരുത്. നിങ്ങൾ അവിടെ കുറേ ചിലവഴിച്ചല്ലോ, ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരൂ. പക്ഷെ ആദ്യമൊന്നും ഞാൻ സമ്മതിച്ചില്ല. കാരണം ഒരു സർക്കാർ ഓഫീസ് വർക്ക് ചെയ്യുന്നില്ല, പരമസുഖം ലോകത്ത് മറ്റൊന്നുമില്ലെന്ന് ഞാൻ പറയുന്നത്. സുരക്ഷിതത്വം വളരെ സുരക്ഷിതം. പിന്നെ നമുക്ക് എന്ത് സംഭവിച്ചാലും സർക്കാർ നോക്കിക്കോളും. പിന്നെന്ന് പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ജനങ്ങൾ വേണ്ടാതെ ഭയക്കുന്നു. യഥാർത്ഥത്തിൽ ഉണ്ടല്ലോ, ഈ ജനങ്ങൾക്ക് വിവരം ഉണ്ടെങ്കിൽ ഇവർ ഒരിക്കലും ഭയക്കത്തില്ലല്ലോ സർക്കാർ ഉദ്യോഗസ്ഥന് ഭയങ്കര പരിമിതികളാണ്. കാരണം ഇപ്പം നമ്മളിപ്പോൾ വെളിയിൽ നിൽക്കുവാണെങ്കിലേ നമുക്കൊരു സർക്കാർ ഉദ്യോഗസ്ഥയെക്കുറിച്ച് ഇന്ത്യൻ പ്രസിഡന്റ് കംപ്ലയിൻ്റ് അയക്കാം ഒരു കാർഡിനകത്ത്, ഇയാൾ ശരിയല്ലെന്ന് പറയും. അയാൾക്ക് ജീവിതത്തിൽ ഇന്ത്യൻ പ്രസിഡന്റിനെ കാണാൻ ഒക്കത്തില്ല, പ്രോട്ടോക്കോളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അയാൾക്കെന്ന് വെച്ചാൽ ഈ രഹസ്യം ജനങ്ങൾക്ക് അറിയത്തില്ല. ജനങ്ങൾ വിചാരിക്കുന്നത് ഇവർ പവർഫുള്ളാണെന്നാണ്. അതിൽ ജനമാണ് പവർഫുൾ, അത് അവരറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് പക്ഷേ അവിടെ പ്രോഗ്രാമിൻ്റെ പൊതുജനം കഴുതയല്ല സാർ മറ്റവരോട് പറയുന്നത്, ഈ ഉദ്യോഗസ്ഥനോട് പറയുന്നത്. ഞാനൊക്കെ യഥാർത്ഥത്തിൽ ഈ സർക്കാർ ഓഫീസുകളുടെ ഇടനാഴിയിൽ ഹ്യൂമനിസം കുത്തിവെക്കാൻ ശ്രമിച്ച ആളാണ്. എന്നുവെച്ചാൽ ഈ ആകാശവാണിയിലും ഞാൻ ഒരു പരിധിവരെ ഏഷ്യാനിലൊക്കെ ഈ നമ്മൾ എന്താ വന്നേ ഈ ഒരു കള്ളത്തൊണ്ടയിൽ ഒരു ശബ്ദം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇവൻ്റെയൊക്കെ മുണ്ടുരിഞ്ഞുകൊണ്ട് ഒറ്റ ഓട്ടം ഓടണം ഈ കള്ളത്തൊണ്ടയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്. അപ്പം ഇത് നമ്മളിപ്പോൾ ഒരു മനുഷ്യൻ്റെ നമ്മൾ ചിലപ്പോൾ ഒരു ദിവസം എനിക്കൊരു ഭയങ്കര അനുഭവം ഉണ്ടായി. ഞാൻ കേരളത്തിലൊരു TV ചാനലിൽ ജോലി ചെയ്യുമ്പോഴേ ഇയാളെ അന്വേഷിച്ച ഒരാൾ റിസപ്ഷനിൽ ഇരിപ്പുണ്ട്. ഞാൻ ചോദിച്ചു നിങ്ങളെ അന്വേഷിച്ചിട്ട് ഒരാളവിടെ ഇരിക്കുന്നുണ്ടല്ലോ, കുറച്ച് നേരമായി എന്ന് പറഞ്ഞു. അവനവിടെ ഇരിക്കട്ടെ, അവൻ പണ്ട് എനിക്കൊരു പണി തന്നതാണ്. അവനൊരു 10 മിനിറ്റ് അവനെ അവിടെ ഇരുത്താൻ തീരുമാനിച്ചിരിക്കുക. ഞാൻ അറിഞ്ഞു. ഇതിവിടെ നിങ്ങൾ എന്ത് നേടുമെന്ന് ഞാൻ ചോദിച്ചു. അയാളോട് ഇയാൾ പക പോക്കും, അയാൾ അറിഞ്ഞിട്ടുമില്ല ഇയാൾ പക പോക്കിക്കൊണ്ടിരിക്കുകയെന്ന്. അപ്പോൾ ഇയാൾ എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ചെന്നു. അപ്പോൾ അയാൾ ഇതുകൊണ്ട് വരും. ഞാൻ പറഞ്ഞു നന്നായിട്ടൊന്ന് വൈറലാകിയേ തീരാവുന്നേ ഉള്ളൂ ഈ ജീവിതം, ആരോടാണ് നിങ്ങൾ ഈ പ്രതികാരം ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഇത്രയല്ലേ ഉള്ളൂ. നമുക്കിപ്പോൾ നല്ല ഒരു ഛർദിലും അതുപോലെ തൂറ്റലും വന്നാൽ തീരാവുന്നതല്ലേ ഉള്ളൂ മനുഷ്യൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. നമ്മൾ ഈ മെഡിക്കൽ കോളേജിലൊക്കെ പോയി കിടക്കുമ്പോഴേ അത് മനുഷ്യനെ അറിയേണ്ട ഒരു കാര്യം എന്താ അറിയാമോ, എനിക്ക് ഒരു 10-16 വയസ്സുള്ളപ്പം എൻ്റെ ശരീരത്തിൽ ഒരു കടാരി കയറിയിട്ടുണ്ട്. ഒരു 2.25 ഇഞ്ച് കടാരി ബാക്കിൽ കൂടെ കയറിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഞാൻ ഒരു 48 മണിക്കൂർ ബോധമില്ല കിടന്നതാണ്. ഞാൻ തിരിച്ചു വരുമെന്ന് വിചാരിച്ചല്ല. അപ്പോൾ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു സത്യമുണ്ട് കേട്ടോ. ഞാനപ്പോൾ എപ്പോഴും ഞാൻ ആ ഡോക്ടർ പറഞ്ഞ ആ വാചകം ആലോചിക്കും. ആ ഡോക്ടർ പറഞ്ഞു നമ്മൾ സർജറി ചെയ്താൽ പോലും നമുക്കൊരു കത്തി ഇങ്ങനെ നട്ടലിൽ തട്ടാതെ കയറ്റി വിടാൻ ഒക്കത്തില്ല ആ സ്ഥലത്ത്. നട്ടലിൽ തട്ടും അയാളെ കാറ്റ് പോകും. നിങ്ങളുടെ തുരുത്തൻ വൈരാഗ്യം കൊണ്ട് കുത്തിയതാണ് നിങ്ങളെ. കുത്തിയിട്ട് അത് ഒരിടത്തും ടച്ച് ചെയ്യാതെ നേരെ ഇങ്ങനെ കയറിപ്പോയി. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഇടയ്ക്കൊന്നും ചാക്കാലയില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ എത്ര എതിരാളികൾ വിചാരിച്ചാലും ചാക്കാലയില്ല. അത് മനുഷ്യത്ത് അതൊന്നും കുറച്ച് കാണാതെ കാര്യം അറിയാം. കണ്ണൂരുള്ളൊരു ക്ഷേത്രത്തിൽ ഈയിടെ ഒരു ശത്രു സംഹാര പൂജ നടത്തി എനിക്കെതിരായിട്ട്. ഒരു സംഘം പോയിട്ട്. അപ്പോൾ ആ പൂജാരിയോട് പറഞ്ഞു ഈ പേര് വായിക്കും ഉച്ചത്തിൽ വായിക്കേണ്ട, ഇയാളെ 10 പേരെ അറിയുന്നതാണ്,
പതുക്കെ വായിക്കാവൂ. അപ്പോൾ ഇതിന് കൗണ്ടർ പൂജ ചെയ്യാൻ പോയി ഒരാൾ, ഇതറിഞ്ഞിട്ട് എനിക്കൊന്നും സംഭവിക്കാതിരിക്കാൻ കൗണ്ടർ പൂജ ചെയ്തപ്പോൾ ഇതേ പൂജാരിയോട് ആവശ്യപ്പെട്ടു പേര് ഉച്ചത്തി വായിക്കാൻ. കാര്യം ആളുകൾ ഈ ടെലിവിഷനിലൊക്കെ ഉള്ള ശത്രുത ഏത് വഴി വരെ പോകുന്നു അത് ഞാൻ ജീവിതത്തിൽ ആലോചിച്ചു. ഞാനിത് തമാശയ്ക്കാണ് പറയുന്നെങ്കിൽ ഞാൻ ഗൗരവമായിട്ട് ആ രാത്രി ഇന്ന് ആലോചിച്ചായിരുന്നു. കാരണം യുവമാരൊക്കെ നമ്മളെ കൊണ്ട് വണ്ടി വിട്ട് കയറ്റി ഇടിക്കത്തില്ലെന്ന് എങ്ങനെ അറിയുന്നത്? നമ്മൾ രാത്രിയിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമല്ലോ, തീർച്ചയായിട്ടും നമ്മൾ വഴിയിലൊക്കെ ഇങ്ങനെ വായി നോക്കി ഇറങ്ങി നിൽക്കുമല്ലോ, ബോറടിക്കുമ്പോൾ നമ്മൾ ഇറങ്ങി വഴി നിൽക്കുമല്ലോ, വണ്ടി കയറിയങ്ങ് പോകുമല്ലോ. അത്രയും പകയുടെ ആവശ്യമുണ്ടോ ആളുകൾ തമ്മിൽ? അത് ഈ പ്രിന്റിലില്ല താനും, പിന്നെ ടെലിവിഷനിൽ മാത്രം. പിന്നെ മാത്രമല്ല ഈ ടെലിവിഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉള്ളതെന്ന് പറയുമോ, ഇവർ അമ്മായിക്ക് സ്ഥാപനമായിരുന്നു. ഇത് ആണുങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുണ്ടാക്കിയിട്ടുള്ള സ്ഥാപനമായിരിക്കും. അപ്പോൾ ഞാൻ ഏഷ്യാനെറ്റ് ഇരിക്കുമ്പോൾ എൻ്റെ ധാരണ എൻ്റെ അമ്മായിക്ക് സ്ഥാപനമാണ് ഏഷ്യാനെറ്റ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നൊക്കെ കനത്തി പറഞ്ഞു നടക്കുന്ന കാലം അത്. അപ്പോൾ എനിക്ക് മഴ പെയ്താൽ ഏഷ്യാൻ്റെ വരാന്തേ കയറാൻ പറ്റത്തില്ല, എന്തോ രഹസ്യം ചോർത്താൻ വന്നതെന്ന് വിചാരിക്കും അവർ. ഇത് ഒരു ചാനലിൽ നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് മനസ്സിലായത്, ഒരു ടെലിവിഷൻ ചാനലിൻ്റെ വരാന്തയിലും ഞാൻ പ്രവർത്തിച്ചെടുത്ത് പിന്നെ പോയിട്ടില്ല, പോയാൽ ശരിയാവത്തില്ല. അതേസമയം ഞാൻ ഒരു 35 വർഷം 40 വർഷത്തിന് ശേഷം ഞാൻ പഠിപ്പിച്ച കോളേജിലൊന്ന് പോയി. അവർ യഥാർത്ഥത്തിൽ അവിടുത്തെ കുട്ടികളെ എനിക്കൊരു പിടിയില്ല. ഞാൻ അവിടെ പഠിപ്പിച്ച കാലത്തുള്ള ഒരു മാഷും അവിടെ കണ്ടില്ല. പക്ഷേ അവരവരുടെ സ്വന്തം ശ്രീകണ്ഠൻ മാഷായിട്ടാണ് കാണുന്നത്. കുട്ടികളൊക്കെ ഒന്ന് എന്നോട് സംസാരിക്കുമ്പോഴേ അവർക്കൊരു അവകാശമുള്ളല്ലോ അവർ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നമ്മുടെ ഡെസ്കിൽ പറഞ്ഞിട്ടുണ്ട്, കേരളവർമ്മ കോളേജിന് ഒരു പ്രിവിലേജ് ഇവിടെ വേണം, ഒരു പ്രയോറിറ്റി. നിങ്ങൾ കേരളവർമ്മ കോളേജാന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടു വട്ടം ആലോചിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാവൂ. കാരണം നമുക്കൊരു എസ്പെഷ്യലി ആ കാര്യത്തിൽ ഈ അധ്യാപകനാകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം നമ്മളോട് അങ്ങനെ ഒരു പകയും വിദ്വേഷവും ഇല്ല. പിന്നെ ചില ആൾക്കാർ, ഞാനത്ര വലിയ വിശ്വാസം രാധാകൃഷ്ണനൊക്കെ സ്റ്റുഡൻ്റ് അല്ലേ? അതെ, രാധാകൃഷ്ണനൊക്കെ വിദ്യാർത്ഥിയാണ്. നമുക്ക് നമ്മുടെ അഭിമാനത്തോടെ പറയുന്ന ചില പേരുകളാണ് അതൊക്കെ. ചില പേരുകൾ നമ്മൾ പറയത്തില്ല. അതല്ല, നമ്മുടെ അച്ഛനാണെങ്കിൽ ഒരു നാട്ടുമ്പുറത്തുള്ള ഒരു സാധാരണക്കാരായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് എനിക്ക് ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇപ്പം നമ്മൾ അദ്ദേഹത്തിൻ്റെ കണ്ണാടിയിൽ ഇരിക്കുന്ന ഒരു നെയ്യപ്പം അദ്ദേഹത്തിന് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന സമയപ്പോഴേ അദ്ദേഹം മരിച്ചുപോയി. അപ്പം അദ്ദേഹം ടെലിവിഷനിൽ വന്നിട്ടില്ല. ടെലിവിഷനുമായിട്ട് അദ്ദേഹത്തിന് ഒരു ബന്ധവുമില്ലായിരുന്നു. അങ്ങനെ ഒരു മനുഷ്യനെ കിടന്ന് പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ മകൻ ടി വിയിലായി പിടിച്ചീത്ത വിളിക്കുന്നത്, അത് ശരിയല്ലല്ലോ എന്നുള്ള എൻ്റെ ധാരണ. ഞാൻ അത് വെച്ച് മാത്രം ഒരു കക്ഷിയുടെ പേരിലൊരു ഡിഫമേഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. പുള്ളി ബാക്കിയെല്ലാം ഞാൻ പുറത്തു, പുള്ളി ഒരുപാട് എന്നെ ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു, നിരപരാധിയായ എൻ്റെ അച്ഛനെ കുറിച്ച് അയാൾ റെഫർ ചെയ്തു, അതുകൊണ്ട് അത് ഞാൻ ടോളറേറ്റ് ചെയ്യില്ല. ഇപ്പോഴും ആ കേസ് കിടപ്പുണ്ട്.